السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഒത്തുകൂടിയത് അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികമാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആദ്യമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഒരു ശരിയായ രീതിയിൽ മനുഷ്യജീവിതം എത്തുമ്പോഴാണ് മുഅ്മിൻ എന്ന പദവി കിട്ടുക. അല്ലാഹു നമുക്കെല്ലാവർക്കും ആ മഹാഭാഗ്യം നൽകട്ടെ. ചുറ്റുപാടും അവൻ പ്രകാശം നിറയ്ക്കുന്നവനാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. പ്രകാശം നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ചുറ്റിലുമുള്ളവർക്ക് മനുഷ്യേതര ജീവികളാണെങ്കിൽ പോലും അവന്റെ ഒരു സേവനം എത്തുമെന്നുള്ളതാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നുണ്ട്. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗം ജന്നാതു തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ദാലിക ഹുവൽ ഫൗസുൽ അദീം. പരിശുദ്ധ ഖുർആൻ. ഇവിടെ ജീവിക്കുമ്പോൾ ചുറ്റും പ്രകാശം ഉണ്ടാക്കിയ ആൾക്ക് മാത്രമേ നാളെ അവിടെ ചെല്ലുമ്പോൾ ചുറ്റിലും പ്രകാശം കിട്ടൂ എന്ന് ഖുർആൻ. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ചുറ്റും പ്രകാശമുള്ള ആളുകളെ കാണാൻ കഴിയും. റബ്ബിന്റെ കോടതിയിൽ അങ്ങനെ ഒരു കാഴ്ച ഉണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ആണുങ്ങളെയും കാണാം, അങ്ങനെ സ്ത്രീകളെയും കാണാം. അവര് നിൽക്കുന്നിടത്ത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം. അവരുടെ മുന്നിലും പിന്നിലും ചുറ്റിലും അവരുടെ പ്രകാശം എങ്ങനെ വെള്ളമൊഴുകുന്ന പോലെ വിസരണം സംഭവിക്കും എന്ന് ഖുർആൻ. ബുശ്റാകുമുൽ യൗം. അന്ന് നിങ്ങൾക്ക് സന്തോഷ. ജന്നാതു തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. സ്വർഗ്ഗമാ ആ സന്തോഷം എന്ന് ഖുർആൻ. ഇപ്പൊ മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം ഒരു വെളിച്ചാണ്. യഥാർത്ഥത്തിൽ അവനോട് വിരോധം കാണിക്കുന്ന ആളോടും അവൻ വെളിച്ചാ കൊടുത്തിട്ടുള്ളത്. സൂര്യനെ പോലെ ആകണമെന്നാ പറഞ്ഞത്. സൂര്യനെ പുച്ഛിച്ച് തെറി പറഞ്ഞു ഒരാള് ഒരു ദിവസം പ്രദോഷത്തിൽ. ഒരു സായാഹ്നത്തിൽ സൂര്യന്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് വൃത്തികേടുകൾ പറഞ്ഞു. മറ്റേ പ്രഭാതത്തിൽ സൂര്യനെ പിന്തുണച്ചവനും സൂര്യനെ പ്രശംസിച്ചവനും ഏതുപോലെയാണോ വെളിച്ചമെത്തിച്ചത് അതുപോലെ തന്നെയാ തലേ സായാഹ്നത്തിൽ സൂര്യനെ ചീത്ത പറഞ്ഞവനും സൂര്യൻ വെളിച്ചമെത്തിക്കാം. സൂര്യപ്രകാശം എല്ലായിടത്തും എത്തിപ്പെടേണ്ടടുത്ത് ഒരാൾക്ക് കൂടുതൽ മറ്റേയാൾക്ക് അത്രയില്ല. അവിടെ കൂടുതൽ കൊടുത്തുകൊണ്ട് ഇവിടെ അങ്ങനെയില്ല. സൂര്യപ്രകാശം എല്ലാവർക്കും എത്തേണ്ടതിന്റെ എല്ലാ ന്യായമായ ഘട്ടത്തിലും പൂർണ്ണമായി തന്നെ എത്തുന്നു എന്നുള്ളതാണ്. ഒരു വെളിച്ചം അങ്ങനെയാണ് എല്ലായിടത്തും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ചുറ്റിലും വെളിച്ചം എത്തിക്കാൻ കഴിഞ്ഞേ പറ്റൂ. ആ വെളിച്ചം നമ്മുടെ സഹായം, നമ്മളാൽ കഴിയുന്നത് ചെയ്യണം എന്നതാണ്. സ്വഹാബികൾ അങ്ങനെയായിരുന്നു. അവരുടെ സ്നേഹം യർമൂക്കിന്റെ രണഭൂമിയിൽ മഹാനായ ഇയാസ് റളിയല്ലാഹു അൻഹു ബദരീകളിൽപ്പെട്ട ആളാണ്. ഇടത്തെ ചെവിയുടെ താഴെ വെട്ടേറ്റ് കഴുത്ത് ഇടത്തേക്ക് ഒടിഞ്ഞിങ്ങനെ കിടക്കുക, രക്തം വാർന്നൊലിക്ക, മരിക്കുമെന്നത് തീർച്ച. അങ്ങനെ മരണത്തിലേക്ക് വഴുതി പോവാം. ഇയാസ് എന്ന മഹാനായ സ്വഹാബിക്ക് ആരോ കുടിക്കാൻ മരണത്തിന്റെ ദാഹജലം കൊണ്ടുവന്നു കൊടുത്തു.
ഇയാസിന്റെ ചെരിവ് ഇടത് വശത്തേക്കാ. അപ്പോൾ വലത് വശത്ത് കിടക്കുന്ന ആളെ നന്നായിട്ട് കാണാൻ പറ്റും. കണ്ണിലൊക്കെ ഇരുട്ട് വന്നു തുടങ്ങി, മരണത്തിലേക്ക് പ്രാപിച്ചുകൊണ്ടിരിക്കുക. മഹാനായ ഇയാസ് റളിയല്ലാഹു അൻഹു മങ്ങിയ വെളിച്ചത്തിൽ തന്റെ വലതുവശത്ത് കിടക്കുന്ന ഇക്രിമയെ കണ്ടു. ആരാണ് ഇക്രിമ? അബൂജഹലിന്റെ മകനാ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലുമെന്ന് പ്രതിജ്ഞയെടുത്ത് നടന്നവനാ. മക്കം ഫതഹില് മഹാനായ ഇക്രിമ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് മാപ്പ് പറഞ്ഞ കലിമ ചൊല്ലാണ്. ബോധ്യപ്പെടൽ എപ്പോഴാ ഉണ്ടായിട്ടുള്ളത്? ഇക്രിമയെ വധിക്കുന്നവന് ഇനാം പ്രഖ്യാപിച്ച ഒരു സന്ദർഭമുണ്ട്. ആ പ്രഖ്യാപനം മക്കയുടെ പരിസരങ്ങളിൽ നിറഞ്ഞു നിന്ന നേരത്ത് മുലകുടിപ്രായത്തിലുള്ള കുഞ്ഞുമായ ഒരു പെണ്ണ് വന്നുകൊണ്ട് മുത്തുനബിയോട് പറഞ്ഞു, നാണിച്ചിട്ട് വരാത്തതാ നബിയെ, കുറെ ദിവസമായി കലിമ ചൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നു, അങ്ങയോട് വല്ലാത്ത ഇഷ്ട. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇക്രിമയാണ്. പ്രഖ്യാപനങ്ങൾ മുഴുവൻ പിൻവലിക്കാൻ അവിടെ ആഹ്വാനം വന്നു. ഇക്രിമയെ പുതുമാപ്പിൽ ചേർത്തുകൊണ്ട് പരിശുദ്ധ ദീനിൽ കൂട്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹലിന്റെ മകനായ ഇക്രിമ. ആ ഇക്രിമയാണ് ഇയാസിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്നത്. മഹാനായ ഇയാസ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ മരണത്തിന്റെ ദാഹജലത്തെ ഇക്രിമയ്ക്ക് പതുക്കെ പതുക്കെ തള്ളി തള്ളി കൊടുത്തു. എന്റെ ഇയാസെ, നീ കഴിച്ചോ, നീ കുടിച്ചോ. ഇക്രിമയും വെട്ടേറ്റ് കിടക്കുന്ന തളർന്ന ശരീരം വീണ്ടും പതുക്കെ പതുക്കെ ഇക്രിമ ഇയാസിന്റെ നേരെ ആ വെള്ളം തള്ളി തള്ളി കൊടുത്തു. രണ്ടുപേരുടെയും നടുവിൽ രണ്ടാളും ആ വെള്ളം കുടിക്കാതെ ആ വെള്ളം ബാക്കിയായി ഇരുവരും ലോകത്തോടെ യാത്ര പറഞ്ഞു. മരണത്തിന്റെ അവസാന നേരത്തും നന്മ ചെയ്യാൻ അവർ ശ്രമിച്ചിരുന്നു. അറിയുന്നില്ല നന്മയാണോ എന്ന്. ഒരു ചെടിക്ക് വെള്ളമൊഴിച്ചു രാവിലെ ഒരു സഹോദരി. എത്ര കൂലി അതിന് കിട്ടാൻ? ഒരു കിളിക്ക് വെള്ളം വെച്ചു കൊടുത്തു, ഒരു കോഴിക്ക് ഗോതമ്പ് വാരിയിട്ട് കൊടുത്തു, പശുവിന് പുല്ലു കൊടുത്തു. എത്ര കൂലിയാ അതിലൂടെ ഒരാള് സ്വായത്തമാക്കാം. എന്തിനേറെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു വിഷമം വന്നു, ഒന്ന് കയറി സമാധാനിപ്പിച്ചു. ശ്രദ്ധിക്കണം, ഒരു രോഗിയെയാണ് സന്ദർശിക്കുന്നത് എങ്കിൽ ഒരുപാട് നേരം അവിടെ സമയം കഴിച്ചു കൂട്ടാൻ പാടുള്ളതല്ല. സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ നമുക്കത് പറയാം. ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നത് ആപത്തായിട്ട് ചെല്ലരുത്. മറക്കാൻ ശ്രമിക്കുന്നതിനെ ഓർമ്മപ്പെടുത്താനായി ചെല്ലരുത്. സമാധാനം കൊടുക്കാൻ കഴിയുന്ന രീതികൾ, അതിനുള്ള കുറഞ്ഞ വാക്കുകൾ, അതുമായി സമാധാനിപ്പിക്കുക. എത്ര വലിയ പുണ്യമാ. അപ്പുറത്തെ വീട്ടിൽ തിരക്ക് പിടിച്ച് കല്യാണക്ഷണത്തിന്റെ ഓട്ടത്തിലാ. അപ്പോഴുണ്ട് വാഹനം ഓടിച്ച് സഹായിക്കാൻ ഞാനും കൂടാമെന്ന് പറഞ്ഞ് ആ വീട്ടുകാരന്റെ കൂടെ കൂടൽ, അതൊരു പുണ്യമാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من نفس عن مؤمن كربة من كرب الدنيا نفس الله عنه كربة من كرب يوم القيامة. ഇവിടുത്തെ പ്രയാസത്തിൽ സഹായിക്കുന്ന ആൾക്ക് ഖിയാമത്തിന്റെ പ്രയാസങ്ങൾ ഏറെയുണ്ട്. അത് മുഴുവനും അല്ലാഹു ലളിതമാക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഞെരുക്കക്കാരൻ ആരെങ്കിലും എളുപ്പമാക്കി കൊടുത്താൽ ദുനിയാവിലും ആഖിറത്തിലും ആ എളുപ്പമാക്കിയവന് അള്ളാഹു എളുപ്പമാക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ളവന്റെ അപാകതകൾ അതിവേഗം നമ്മുടെ ചെവിയിലെത്താറുണ്ട്. ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ ഐബ്, ഒരു കുറവ്, അവന്റെ കുടുംബത്തിലെ കുറവ് നമ്മുടെ ചെവിയിലെത്തിയാൽ അത് പരസ്യമായി ചിത്രീകരിച്ചുകൊണ്ട് അതിലൂടെ ആർത്തട്ടഹസിച്ച് ചിരിക്കലല്ല, അതിനെ രഹസ്യമായി ഉണർത്തി ഓർമ്മപ്പെടുത്തി അതിൽ നിന്നും ആ മുസ്ലിമിനെ തിരുത്തലാണ് ഏറ്റവും അഭികാമ്യം, ഏറ്റവും കരണീയം. അങ്ങനെ ചെയ്യുന്നവന്റെ 1000 ഐബുകളെ അള്ളാഹു മറച്ചു വെക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. സ്വഹീഹ് മുസ്ലിം. തന്റെ സുഹൃത്തിനെ, തന്റെ സഹോദരനെ, തന്റെ സഹോദരിയെ സഹായിക്കുമ്പോഴൊക്കെ അള്ളാഹു സഹായിക്കുന്നുണ്ട്. ഇപ്പുറം ആ സഹായത്തെ തിരിച്ചറിയുക എന്നുള്ളത് ഈമാനിന്റെ ഒരു വലിയ കഴിവ് തന്നെയാണ്. നമ്മുടെ മനസ്സുകൾക്ക് അള്ളാഹു അത് നൽകട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യാണ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേരെ സഹായിക്കാനും ഒരുപാട് പേർക്ക് സ്നേഹം കൊടുക്കാനും ഒക്കെ കഴിയുക എന്നതൊരു മുഅ്മിനിന്റെ സ്വഭാവമാണ്. സ്വാർത്ഥത പലപ്പോഴും നമ്മളെ
നന്മകൾ നശിപ്പിക്കുന്നിടത്തേക്ക് എത്തിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ فإذا الذي بينك وبينه عداوة كأنه ولي حميم. ഒരാൾക്ക് നിന്നോട് വല്ലാത്ത വെറുപ്പും ദേഷ്യവും ശത്രുതയൊക്കെ ഉണ്ട്. അതിന്റെ പേരിൽ അവനെ ഒഴിച്ചു കളയരുത്, അവനെ മാറ്റി നിർത്തരുത്. അവന്റെ കയ്യിലുള്ളത് തിന്മയാണ്, നെഗറ്റീവ് ആണ് എങ്കിൽ നിന്റെ കയ്യിലുള്ളത് നന്മയാ, പോസിറ്റീവാണ്. ഈ നന്മ അവിടെ ചെന്ന് ആ തിന്മ മുഴുവനും നാശമാവണം. അവന്റെ കയ്യിലുള്ളത് ഇരുട്ടാ, നിന്റെ കയ്യിലുള്ളത് വെളിച്ച. നീ വെളിച്ചം അവിടെ കൊടുത്താൽ ആ ഇരുട്ട് പോകും എന്ന് ഖുർആൻ. ഇരുട്ടിനെ പ്രകാശം കൊണ്ട് നിങ്ങൾ നേരിടണം, തിന്മയെ നന്മ കൊണ്ട് നേരിടണം. ആ സമയം ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ, നിന്നോട് ശത്രുത പുലർത്തുന്ന അവൻ നിന്റെ മുന്നിൽ ഏറ്റവും ഇഷ്ടക്കാരനായി മാറുന്ന മാന്ത്രികം ഉണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയുണ്ട്. എന്നോട് ഇന്ന് വൈകിട്ട് ഒരാൾ വിളിച്ച്, തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഒരു പ്രിയപ്പെട്ട ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്രയും വയസ്സായി ഉസ്താദെ, 52 വയസ്സായി. 52 വയസ്സിൽ എൻ്റെ എറണാകുളത്തെ ഒരു വസ്തു വിറ്റുപോകണം. 2-3 കോടി രൂപയുടെ വസ്തുവുണ്ട്. മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് മാറ്റിവെക്കണം. ഞാൻ ഇത്രയും ജീവിച്ചില്ലേ, അൽഹംദുലില്ലാ. വലിയ ത്യാഗവും പ്രയാസവും ഇടങ്ങേറൊക്കെ ഉണ്ട് അവർക്ക്, രോഗങ്ങളും. ഒരു രോഗത്തിന്റെ വിവരം പറയാൻ എന്നെ വിളിച്ചു തന്നെ. എന്നിട്ട് അവര് പറയാ, മരിക്കുന്നതിന് മുമ്പ് കുറച്ച് ഹദിയ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, എന്തെങ്കിലുമൊക്കെ ഹദിയ ചെയ്യണം. ഒരു നല്ല മനുഷ്യനാവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പലയിടത്തും ഹദിയ ചെയ്യാൻ കഴിയുന്നതൊക്കെ ഹദിയ ചെയ്യുന്നു ആളുകൾ. ഒരുപാട് നല്ല മനുഷ്യരെ നമ്മൾ കാണാറുണ്ടല്ലോ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പിരിവിൽ ഒരു കുറവുമില്ല, എല്ലായിടത്തും പിരിവ്. ഇനി പിരിവ് നടക്കുന്നത് പള്ളികളിൽ മാത്രമല്ല, ഈ പിരിവിന് പുറമെ പിരിവ് തികയാതെ വന്ന് ഇനിയിപ്പോൾ ഒരാൾക്ക് കൊടുക്കേണ്ട കോറം ഒരു മാസം പൂർണ്ണമായില്ലെങ്കിൽ റോഡ് സൈഡിലുണ്ടാവും പോലീസുകാർ, ഹെൽമെറ്റിനും സീറ്റ് ബെൽറ്റിനും അല്ലാത്ത പിരിവ്, എല്ലാ പിരിവുകളായിട്ടൊരു കുറവില്ല. പക്ഷെ മനുഷ്യർ മടുക്കുന്നില്ല കൊടുക്കുന്നിടത്ത്. നിസ്വാർത്ഥമായ ചാരിറ്റി പ്രവർത്തനങ്ങൾ അള്ളാഹു ഭൂമിയിൽ നിയോഗിച്ച കുറെ ആളുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആരെ ബോധിപ്പിച്ചിട്ടില്ല. 18 കോടി രൂപയുടെ ഒരു സാമ്പത്തിക സഹായത്തിന് വേണ്ടി ഓൺലൈനിൽ ഒരു റിക്വസ്റ്റ് വന്ന സമയത്ത് ആ കുഞ്ഞിന്റെ ചികിത്സക്ക് വേണ്ടിയുള്ള 18 കോടിയിൽ ആദ്യം 1 കോടി രൂപ വന്ന് വീഴാ. അതിന്റെ ഉടനെ തന്നെ ഒരു മെസ്സേജും, ഈ പേര് പുറത്തു പറയരുത് എന്ന്. മീഡിയകൾ 1 കോടി രൂപ കൊടുത്ത ആള് ഒരുപാട് പ്രശംസകൾ ആഗ്രഹിക്കാതെ തന്നെ മൂടിവെക്കണം, മറച്ചു വെക്കണം എന്ന് പറഞ്ഞതിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി അവരിങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരുന്നു. ഒരു മുസ്ലിമായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്നത്. അങ്ങനെ എത്ര ആളുകൾ. നമ്മുടെ കയ്യിലുള്ളത് പേമാരിയിൽ കിട്ടിയ ഒരു കുടയാണെങ്കിൽ അത് ആര് ചുവട്ടിൽ നിന്നാലും അവരൊന്നും മഴ നനയാത്ത വിധമാണ്. നമ്മുടെ കയ്യിൽ കിട്ടിയത് കൂരിരുട്ടിലെ ഒരു ടോർച്ചാണെങ്കിൽ അത് ആര് തെളിച്ചാലും അതിന്റെ വെളിച്ചം എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. അള്ളാഹു ചിലരുടെ കയ്യിൽ ചിലത് കൊടുത്തേൽപ്പിച്ചിരിക്കാതെ എല്ലാവർക്കും കൊടുക്കാനാവും. അങ്ങനെയാ റസൂലുള്ളാഹി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത്? സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത്, ഒരു ഒട്ടകം സഞ്ചരിക്കുന്നു. ഒട്ടകം സഞ്ചരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന തുകൽപാത്രത്തിലെ വെള്ളം പോലെയാ സാമ്പത്തിക സ്കെയിൽ എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒട്ടകത്തിന്റെ പുറത്ത് കയറിയവർക്കറിയാം അതൊരു വല്ലാത്ത യാത്ര തന്നെയാണ്. കേറിയിട്ടുണ്ടോ? ഞാൻ കേറിയിട്ടുണ്ട്. ഒട്ടകത്തിന്റെ പുറത്ത് കയറിയാൽ അറിയാൻ പറ്റും ഒട്ടകത്തിന്റെ യാത്ര എങ്ങനെ എന്നത്. അതെങ്ങനെ ആടി ഉലയും തുളുമ്പും. തുകൽപാത്രത്തിന്റെ ഒരു ഭാഗത്ത് ഒരു അരികിൽ ഇപ്പോ തുളുമ്പിയ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ വലിയ താമസമല്ല, അത് അപ്പുറത്തെ ഭാഗത്തേക്ക്, ആ തുകൽപാത്രത്തിന്റെ അപ്പുറത്തെ അരികിലേക്ക് വെള്ളം കയറാൻ. അപ്പൊ ഇവിടെ ഇരിക്കും, അവിടെ കൂടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓളം തള്ളുന്ന വെള്ളം പോലെയാ സമൂഹത്തിന്റെ സാമ്പത്തിക സ്കെയിൽ എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇന്നിപ്പോ ഇവിടെയാണെങ്കിൽ അടുത്ത തലമുറ അപ്പുറത്താണത്. നമ്മളിങ്ങനെ കാണുന്നുണ്ട്, പഴയ കാലത്ത് ഒരുപാട് ഉണ്ടായിരുന്നവരവര് ഇപ്പൊ ഒന്നുമില്ല.
ചിലരെ കുറിച്ച് പറയും ഒന്നുമില്ലാതെ എങ്ങനെ ജീവിച്ചവരവര്, ഇപ്പൊ വലിയ നിലയിലായി. ഇതങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തിക സ്കെയിൽ മാറുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നിലനിൽക്കണോ? അതിനൊരു വഴിയുണ്ട്. ഇമാം തുബ്രാനി അവിടെ തൽമുഅ്ജമിൽ പറയുന്ന ഒരു ഹദീസാൻ ഇബ്നു ഉമർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹി അസ്സ വജല്ല ഖൽഖൻ, അല്ലാഹുവിന് ഒരു വിഭാഗം സൃഷ്ടികളുണ്ട്. ഖലഖഹും, അല്ലാഹു അവരെ പടച്ചു വച്ചിരിക്കുന്നത് ലിഹവായിജിന്നാസ്, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി. ഹോസ്പിറ്റലിലെ ബില്ല് തന്നാ മതി, ഞാൻ കൊടുത്തോളാം. ജനങ്ങളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ അവർ നിരന്തരം അതിൽ നിരതരാണ്. ജനങ്ങൾക്ക് അവരോട് ഒരുപാട് സങ്കടങ്ങൾ ചെന്ന് പറയാനുണ്ട്. ഉലൈകൽ ആമിനൂന മിൻ അദാബില്ലാഹ്, ഇവരുടെ ഡ്യൂട്ടി ഇങ്ങനെ ചെയ്തു കൊടുക്കൽ. അള്ളാഹുവിന്റെ ഒരു തരത്തിലുള്ള ശിക്ഷകളും അവരെ പിടികൂടൂല. റബ്ബിന്റെ അദാബിൽ അവർ നിർഭയരാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹായം വേണം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പുറത്തെ വീട്ടിലെ വെളിച്ചെണ്ണപ്പാത്രം ഇപ്പുറത്തെ വീട്ടുകാർക്ക് സുപരിചിതമാണ്. അപ്പുറത്തെ വീട്ടിൽ നിന്നും പഞ്ചസാര വാങ്ങാൻ ചെല്ലും, അത് ഇപ്പുറത്തെ വീട്ടുകാർക്ക് സുപരിചിതമാണ്. അങ്ങനെ ഒരു പതിവുണ്ട്, ഒരു സഹകരണം. നല്ല ഭക്ഷണം വെച്ചാൽ കൊടുക്കാം, ഇല്ലാത്തത് കൊടുക്കാം. പരസ്പരം സഹകരണം വേണം. എന്നാൽ ചില ആളുകളുണ്ട്, മറ്റുള്ളവരോട് ഞാൻ ചെയ്തു കൊടുക്കേണ്ടതാണ് എന്ന് തോന്നലില്ലാത്തവര്. കറി വെക്കുമ്പോ ചാറ് അധികരിപ്പിക്കണമെന്ന് മഹാനായ അബൂദറിനോട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് കാണാൻ നമുക്ക് കഴിയും. സഹകരണ ബോധമില്ലാത്തവര് സമൂഹത്തിൽ ഉണ്ട്. അവരെ കൊണ്ടാണ് ഈ തകർച്ച മുഴുവൻ. വയനാട്ടിൽ ഉരുൾപൊട്ടി ഒരുപാട് പാവങ്ങള് വീട് നഷ്ടപ്പെട്ട് നാട് നശിച്ച് നാശമായി കിടക്കുന്നു. ജീവിതങ്ങൾ കുറെ പോയി, കുറെ ആളുകൾ മരിച്ചു. കോടിക്കണക്കിന് ഉറുപ്പിക ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകി എത്തുമ്പോഴുണ്ട് വയനാട്ടിലേക്കുള്ള പണപ്പിരിവ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരാൾ ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചു. ഹർജിക്കാരൻ വയനാട് ഫണ്ടിലേക്ക് 25,000 രൂപ ഫണ്ട് പിരിവ് കൊടുത്ത് പിഴയടച്ച് അവൻ സമാധാനമായി മാറി നിൽക്കണമെന്ന് കോടതി വിധിച്ചു. പണി കിട്ടി. 25,000 രൂപ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. അത് കോടതിയിലല്ല, വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. ചിലരുണ്ട് കൊടുക്കു തിന്നോല തീറ്റിക്കുമല്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ അങ്ങനെയുള്ളവര് സമൂഹത്തിന് നാശമാ. സ്വഹീഹുൽ ബുഖാരി ഒരു ഹദീസ് പറയുന്നുണ്ട്. عن النعمان بن بشير رضي الله عنه قال النبي صلى الله عليه وسلم مثل المدخن في حدود الله والواقع فيها مثل قوم استهموا السفينة. സഹകരണ ബോധമില്ലാത്തവരൊരു സമൂഹത്തിൽ ഉണ്ടെങ്കിൽ എങ്ങനെയെന്നറിയുമോ? നിറയെ യാത്രക്കാരുമായി സഞ്ചാരത്തിൽ ഏർപ്പെട്ട ഒരു കപ്പൽ പോലെ. فصار بعضهم في أسفلها وصار بعضهم في أعلاها. കപ്പലിലെ പാവപ്പെട്ട ആളുകളും കൂലിപ്പണിക്കാരും വിദ്യാഭ്യാസം കുറഞ്ഞവരുമൊക്കെ കപ്പലിന്റെ താഴെ തട്ടിലും കപ്പലിന്റെ മേലെ തട്ടിൽ മേലാളന്മാർ, മുതലാളിമാർ. കപ്പലിൽ യാത്ര തുടരുന്നു. നടുകടലിലെത്തി. ഹബീബ് പറയാണ്, ആ സമയം ഫകാനല്ലദീ ഫി അസ്ഫലിഹാ യമറൂന ബിൽ മാഇ അലല്ലദീന ഫീ അഅലാഹാ. കപ്പലിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിക്കാനുള്ള വെള്ളം വെച്ചിരിക്കുന്നത് മുകളിലെ തട്ടിലാണ്. താഴെയുള്ളവർ മുകളിൽ ചെന്നുകൊണ്ട് വെള്ളമെടുക്കാനും മറ്റും ചെന്നു. തിരമാല കീറി മുറിച്ചു പോകുന്ന കപ്പൽ ആടി ഉലയുമ്പോൾ, വെള്ളം താഴേക്ക് തുളുമ്പുമ്പോൾ മുകളിലുള്ളവർക്കതൊരു പ്രയാസമായി തോന്നി.
താഴേന്ന് വരുന്നവരോട് വരണ്ടെന്ന് പറഞ്ഞ് പ്രവേശന കവാടം അവര് കൊട്ടിയടച്ചു. നിങ്ങൾ ഇങ്ങോട്ട് കയറണ്ട. ഹബീബായ നബി തങ്ങൾ പറയാ, ചിന്ത കുറഞ്ഞ വിവരം കുറഞ്ഞ താഴെത്തട്ടിലെ പാവപ്പെട്ടവരെന്ത് ചെയ്തു? സാധാരണ നാട്ടിൽ വെച്ച് വെള്ളത്തിന്റെ ആവശ്യം വന്നാൽ കൈക്കോട്ടും പിക്കാസും വെച്ച് ഭൂമി കുഴിക്കലാ പതിവ്. അപ്പൊ വെള്ളം കിട്ടും. ഒരു ചിന്ത അത്രേ ഉള്ളൂ. അങ്ങനെ മഴവെടുത്തു. കപ്പലിൽ കിണർ കുഴിക്കാൻ തുടങ്ങി. ചിലർ ചോദിച്ചു, എന്തിനാ ഇപ്പൊ ഇത് കുഴിക്കുന്നത്? അല്ല, മുകളിൽ ചെന്ന് വെള്ളം എടുക്കാൻ ചെന്നപ്പോ അവർക്ക് പ്രയാസമായല്ലോ. അങ്ങനെ എന്നെ കൊണ്ട് ഒരാളും പ്രയാസം പെടണ്ട. എനിക്കാണെങ്കിൽ വെള്ളം വേണം, ഞങ്ങൾക്ക് വെള്ളം വേണം, അതുകൊണ്ട് കുഴിക്കാം. അള്ളാഹുവിന്റെ ഹബീബ് കഥ നിർത്തി ഒരു ദുരന്തം പറഞ്ഞു വെച്ചു. അവരൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒന്നും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു കപ്പൽ ദുരന്തം ഒഴിവാകുമായിരുന്നു. അങ്ങനെയാണ്, കപ്പൽ കുഴിച്ചു പോകും. സഹകരിക്കാത്ത ആളുകൾ, സമൂഹത്തിൽ സഹകരിക്കാത്ത ആളുകൾ, വിരോധമാണ്. അങ്ങനെയാണ് റമദാനിൽ കിറ്റ് കൊടുക്കാം. ഇപ്പൊ എന്തേ ഒരു 3-4 വീട് ഒഴിവാക്കിയിട്ടു. എന്തേ? അവര് ഞാനായിട്ട് അത്ര രസത്തിലല്ല, അതുകൊണ്ട് എന്റെ കെയറോഫിൽ അവരുടെ പേര് ഞാൻ പറയൂല. അങ്ങനൊന്നുണ്ടോ? ഇല്ല. മറ്റൊരാളോടുള്ള വിരോധം അയാൾക്കൊരു നേട്ടം കിട്ടുന്നതിൽ തടസ്സമാവല്ലേ. ഖുർആൻ സൂറത്തുൽ മാഇദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്തി വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ ഇഅ്ദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വാ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഒരാൾക്കൊരു നന്മ കിട്ടുന്നതിൽ നമ്മൾ തടസ്സമാവാൻ അയാളോടുള്ള വിരോധം ഒരു കാരണമായി പറയല്ലേ. വത്തഖുല്ലാഹ്, തഖ്വ ഇല്ലാതെ പോകും, തഖ്വ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നിങ്ങളാൽ ചെയ്യല്ലേ. നിങ്ങളതിൽ നന്മയുടെ ഭാഗത്ത് നിൽക്കണം. നമ്മളാൽ ഒരാൾക്കും ഒന്നും നഷ്ടപ്പെടല്ലേ. നിങ്ങൾ നീതി ചെയ്തോ. കൂടുതൽ തഖ്വയുള്ള ഹൃദയമുണ്ടാവാൻ അത് മതിയെന്ന് ഖുർആൻ. വത്തഖുല്ലാഹ്, അല്ലാഹനെ പേടിക്കണോട്ടോ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഉള്ളും പുറവും അറിയാവുന്നവനാ അല്ലാഹ്. അല്ലാഹു കരുണ ചെയ്യട്ടെ. സ്വഹാബികളെ കുറിച്ച് പ്രകീർത്തിക്കപ്പെട്ടോടത്തൊക്കെ ലിംഗച്ഛേദി ശിഖാഹീന ശ്മശ്രുതാദി വേദവ്യാസൻ പാടിയതാ. സ്വഹാബികളെ കുറിച്ച് വർണ്ണിച്ചോടുത്ത്, അവരുടെ അടയാളം പറഞ്ഞോടുത്ത്, അവരെ കുറിച്ച് പറയുന്നുണ്ട്. വേദവ്യാസൻ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭവിഷ്യപുരാണത്തിൽ. പിൽക്കാലത്ത് വരാൻ പോകുന്ന BC 2000 കാലഘട്ടത്തിലാ വേദവ്യാസൻ ജീവിച്ചത് എന്ന് പറയുന്ന ചരിത്രം ഉണ്ട്. എങ്കിൽ അയാൾക്ക് ശേഷം പിന്നീട് 1600 കൊല്ലം കഴിഞ്ഞ് വരാനിരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളെ കുറിച്ച് പറയാം. അടയാളങ്ങൾ പറഞ്ഞോടുത്ത് പറയുന്നുണ്ട്. ലിംഗച്ഛേദി, ചലാകർമ്മം ചെയ്യപ്പെട്ടവരാ വരാനുള്ളവർ. പന്നിയൊഴിച്ചുള്ള മിക്കവാറും മാംസങ്ങൾ അവർ കഴിക്കും. തലയിൽ കുടുമ വെക്കാത്തവരാ, മുടി ഇങ്ങനെ ചുറ്റിക്കെട്ടി വെക്കാത്തവരാ, പരസ്പര സ്നേഹമുള്ളവരാ. അങ്ങനെ പറഞ്ഞു ഇങ്ങനെ വരാ.
പരസ്പര സ്നേഹം. സ്വഹാബികൾ അങ്ങനെയായിരുന്നു, പരസ്പര സ്നേഹം. അവരിങ്ങനെ കൊടുത്തതും അവരിങ്ങനെ പങ്കുവെച്ചതും പടച്ചോനെ എത്രയാ. മദീനയില് വന്നുകൂടിയ മക്കക്കാർക്ക് പകുതി കൊടുക്കണം എന്നാ പറഞ്ഞത്. പകുതി കൊടുത്തപ്പോൾ എല്ലാം പകുതിയാക്കി. അവസാനം ആലോചിച്ചു, സ്വഹാബി വീട്ടിൽ വന്നപ്പോ 2 ഭാര്യ ഉണ്ടല്ലോ, വന്നയാള് കല്യാണവും കഴിച്ചിട്ടില്ല. 2 ഭാര്യമാരോട് ആലോചിച്ചു, ഞാൻ നിങ്ങളിൽ ഒരാളെ ത്വലാഖ് ചൊല്ലിയാൽ ഇദ്ദ കഴിഞ്ഞാൽ ഇന്നയാള് നിങ്ങൾക്ക് വരനായി വരും, നിങ്ങളതിൽ സഹകരിക്കണം. അദ്ദേഹത്തിന്റെ ഭാര്യമാര് സഹകരിച്ചു. അങ്ങനെയാണ് സ്വഹീഹുൽ ബുഖാരി ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ വരനായി നിശ്ചയിക്കുകയും ചെയ്തു. ഞാൻ വിശദീകരിക്കുന്നില്ല. ഏതായാലും റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ നഫരിസ് സുജൂദ്. സ്വഹാബികളെ കുറിച്ച് വേദവ്യാസൻ പറഞ്ഞതിനേക്കാളും ഖുർആൻ പറഞ്ഞു, അടയാളങ്ങൾ പറഞ്ഞു പരസ്പരം അങ്ങുമിങ്ങും കരുണ ചെയ്യുന്നവർ, സ്നേഹിക്കുന്നവർ. ഒരു വല്ലാത്ത മനുഷ്യത്വം നിർബന്ധ. മക്കം ഫതഹിന്റെ ആരവങ്ങളാ. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഓടാണ് സ്വഹാബികള്. മക്ക ജയിച്ചടക്കി. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയതാ, തിരിച്ചെത്താ. ഒരു പ്രവാസിയുടെ മനസ്സെങ്ങനെയായിരിക്കും? എല്ലാം ജയിച്ചടുക്കി തക്ബീറിന്റെ ധ്വനികളുമായി സ്വഹാബത്ത് ഓടി വരുമ്പോ സ്വഹാബികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക. അവരുടെ സന്തോഷ പ്രകടനങ്ങളിൽ മുന്നിലാ, സ്വഹാബത്ത് പിന്നിലാ. സയ്യിദുനാ റസൂലുള്ളാഹി റിസാലത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടു. സ്വഹാബികൾ അതിശീഘ്രം അവരുടെ കുതിരകളെ പായിച്ചു കൊണ്ടുപോകുമ്പോ മുന്നിൽ പോകുന്ന സ്വഹാബിയെ പിടിച്ചു നിർത്തി, വിളിച്ചു നിർത്തി, മോനെ നീ വേഗതയിൽ നിന്റെ കുതിരയെ പായിച്ചു കൊണ്ടുപോകുമ്പോ വഴിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന പാറയുടെ തണലിൽ പ്രസവിച്ചു കിടക്കുന്ന ഒരു നായ, അതിന്റെ കുഞ്ഞു കുട്ടികൾ ഓടി നടക്കുന്നോടത്ത് നിന്റെ കുതിരയുടെ കുളമ്പടിയിൽ നിന്നും ചൂടുള്ള മണല് തെറിച്ച് വീഴൽ പോലും അപരാധം, മെല്ലെ പോവണേ എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹ കൊടുത്തത് എവിടെയും സ്നേഹം. ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്ത് വന്നു പോയ നബിമാര് മുഴുവനും ആടുമേച്ചവരാ. അങ്ങനെയാ, വലിയ ശമ്പളത്തിനൊന്നും പോയിട്ടില്ല അവര്. صحيح البخاري عن ابي هريره قال رسول الله ما بعث الله نبيا الا راعى الغنم. ആടുമേക്കാത്ത ഒരു നബിയും ലോകത്ത് വന്നിട്ടില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതങ്ങനെ പറയാം, ആടുമേക്കാത്ത ഒരു നബിയും വന്നിട്ടില്ല. റസൂലുള്ളാഹിയെ അടുത്ത കാലത്ത് പരിചയപ്പെട്ട ഒരു സ്വഹാബി എഴുന്നേറ്റു സല്ലല്ലാഹു അലൈഹി വസല്ലം, ചോദിച്ചു, നബിയേ വ അൻത യാ റസൂലല്ലാഹ്, ആട് മേക്കാൻ അങ്ങും പോയിട്ടുണ്ടോ? നഅം നഅം, ഞാനും ആട് മേച്ചിട്ടുണ്ട്. കുന്തു അർആല ഖറാരീത ലി അഹ്ലി മക്ക, മക്കക്കാർക്ക് വേണ്ടി ചില്ലറ ദീനാർ തുട്ടുകൾ കൂലി വാങ്ങിയിട്ട് ഞാനും പല ഗോത്രങ്ങളിൽ കാലങ്ങളോളം ആട് മേച്ചിട്ടുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ആട് മേക്കാൻ നബിമാരെ അല്ലാഹു നിയോഗിച്ചത്? ഫത്ഹുൽ ബാരി വ്യാഖ്യാനിക്കുന്നു, അൽ ഹിക്മത്തു ഫീ ഇൽഹാമിൽ അംബിയാ മിൻ റഅയിൽ ഗനമി ഖബല അൻ-നുബുവ. നുബുവത്തിന് മുമ്പായിരിക്കും അമ്പിയാക്കൾ ആട് മേച്ചിട്ടുണ്ടാവാ, നിർബന്ധം. എന്താണ് കാരണം? ഒരു സമൂഹത്തിന്റെ സങ്കടം ഒപ്പിയെടുക്കുന്നിടത്ത് ഒരു പ്രിയപ്പെട്ട പ്രവാചകർ, ഒരു പ്രിയപ്പെട്ട നബി ആ സങ്കടം ഒപ്പിയെടുക്കുന്നിടത്ത് ഒരു പരിശീലനം കിട്ടാൻ നല്ല ക്ഷമ വേണം. ആടിനെ മേച്ചു കൊണ്ടുപോകണം. ആടിനെ മേക്കുന്നിടത്ത് സ്നേഹ കൊടുക്കേണ്ടത് ശകാരല്ല. ലോകത്ത് ഏറ്റവും ടെൻഷനും ദേഷ്യവും വരുന്ന ഒരു പണിയാണ് ആട് മേക്കൽ. പോത്തിന് മേക്കാൻ അത്രയും പ്രയാസമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ, ആട് 3 3 തരത്തിലെ പോവാം. താറാവ് അങ്ങനെ പോവില്ല.
ആടിനൊരു 3-4 ഒരുമിച്ച് ഒരാൾ കൊണ്ടുപോയി ഒന്ന് ആലോചിച്ച് നോക്കുക. അയാളുടെ മുഖം ഒരിക്കലും ചിരിക്കാൻ പറ്റിയ മുഖമായിരിക്കില്ല. കാരണം ആടിന്റെ വഴിക്ക് അങ്ങനെയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹുവിന്റെ നിർദ്ദേശം ഉണ്ടായി, മൂസാ നബിയെ ശുഐബ് നബിയുടെ മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിൽ വർഷങ്ങളോളം ആടുമേച്ച ആളാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാം. സൂറത്ത് ഹൂദിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങൾ ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസി റൂഹുൽ ബയാനിൽ പറയുന്നുണ്ട്, അപ്പോൾ ശുഐബ് നബിയുടെ വീട്ടിൽ ആട് മേക്കാൻ വേണ്ടി ഒരിക്കൽ പോയപ്പോ മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു, മൂസാ നബിയെ വലത്തേക്ക് വഴി തിരിയുന്നോടത്ത് അങ്ങ് വലത്തേക്ക് പോകണം, അവിടെ ഇടത്തേക്ക് വഴിയുണ്ട്, അങ്ങോട്ട് പോവരുത്. സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം ഇടത്തേക്ക് പോവണ്ട വന്നു. എന്തേ? ആട് മേക്കാവുന്ന ഉത്തരവാദിത്തത്തിൽ വഴി അവിടെ എത്തിയപ്പോ ആടൊക്കെ കൂടിയിട്ട് പുല്ലെടുത്ത അവസ്ഥ അങ്ങോട്ട് പോയി. ആട് മേക്ക എന്ന ഉത്തരവാദിത്തമുള്ള മൂസാ നബി ആ ഉത്തരവാദിത്തം നിർവഹിക്കണം. അതിന്റെ കൂടെ തന്നെ അള്ളാഹു പറഞ്ഞത് കേൾക്കാൻ കൂടി വേണം. മൂസാ നബിയെ അള്ളാഹു പിന്നീട് പിടിച്ചു. എന്താ അങ്ങോട്ട് പോയത്? ആടിന്റെ പിന്നാലെ പോയി. അതാണ് ആട്. ഒരു ചൊല്ല് തന്നെ ഉണ്ട്, ആടിനെ പിടിച്ച് വെള്ളത്തിലിറക്കണ മാതിരി എന്ന് പറയുന്നുണ്ട്. ആടിനെ പിടിച്ച് വെള്ളത്തിലിറക്കണ മാതിരി എന്ന് പറയാറുണ്ട്. എന്തേ? വെള്ളം കൊണ്ടുകൊടുത്തിട്ട് ആടിനെ പിടിച്ച് വലിച്ചു ആട് അങ്ങോട്ട് വലി. ഒരു വലിയ സ്നേഹവും ക്ഷമയും കേട്ടൊരു സംഭവം പറയാം. അഹ്മദ് സമർഖന്ദി പറയുന്നുണ്ട്, മഹാനായ മൂസാ നബിക്ക് അല്ലാഹു സഫിയ എന്ന പദവി കൊടുത്തു. ഒരു നല്ല മനുഷ്യന്റെ ക്വാളിറ്റിയായി പറയുന്നത്, അല്ലാഹു സഫി എന്ന പദവി കൊടുത്തു. മൂസാ നബിക്ക് പദവി കിട്ടി. എന്തപ്പോ എനിക്ക് ഇപ്പൊ പദവി കിട്ടാൻ കാരണം? ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. മൂസാ നബിക്ക് അത്ഭുതമായി, യാ റബ്ബു ബിഐ ശൈഇൻ ഇത്തഖദതനി സഫിയ. അല്ലാഹുവോട് മൂസാ നബി ചോദിച്ചു, അല്ലാഹുവേ നിന്റെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാചകന്മാരിൽ സഫി എന്ന പദവിയിലേക്ക് വളരെ ചുരുക്കം ആളുകളെ നീ തെരഞ്ഞെടുത്തപ്പോ പാവപ്പെട്ട എന്നെ നീ എന്തിന്റെ പേരിലാ സഫി എന്ന പദവിയിലേക്ക് തെരഞ്ഞെടുത്തത് അല്ലാഹ്? മൂസാ നബി അല്ലാഹുവിനോട് ചോദിക്കാം. അപ്പൊ അല്ലാഹു പറഞ്ഞു, റഹ്മത്തുക അലാ ഖൽഖി, എന്റെ സൃഷ്ടികളോട് ഒക്കെ അങ്ങേക്ക് കരുണയില്ലേ? എന്റെ സൃഷ്ടികളോടെല്ലാം അങ്ങേക്ക് ഒരു പ്രത്യേക സ്നേഹമില്ലേ? എന്റെ സൃഷ്ടികളോടൊക്കെ അങ്ങേക്ക് ഒരു പ്രത്യേക സ്നേഹമില്ലേ? ഫഇന്നക കുൻത, അങ്ങ് ഓർക്കുന്നുണ്ടോ? ശുഐബ് നബിയുടെ വീട്ടുവേലയിൽ അങ്ങ് ഏർപ്പെട്ട കാലഘട്ടത്തിൽ അങ്ങ് ആട് മേച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് മേച്ചുകൊണ്ടിരിക്കുന്ന ആട്ടിൻ പറ്റത്തിൽ നിന്നും ഒരു ആട്ടിൻ കുട്ടിയെ ഒരു ദിവസം കാണാതെ പോയി. ആ ആടിനെ അന്വേഷിച്ചുകൊണ്ടങ്ങ് പിന്നാലെ പോയി. കുറെ നടന്നു, കുറെ നേരം പോയി. ആടിനെ തേടിയ പിന്നാലെ വെയിൽ കൊണ്ട് അങ്ങ് പോയതിന്റെ പേരിൽ അങ്ങേക്ക് അന്ന് വല്ലാത്ത ക്ഷീണം ബാധിച്ചിരുന്നു. ഓർക്കുന്നുണ്ടോ? ഉവ്വറബ്ബേ, അങ്ങനെ അങ്ങ് കുറെ തേടി നടന്നതിന് ശേഷമാണ് ആടിനെ അങ്ങേക്ക് കിട്ടിയത്, ആട്ടിൻകുട്ടിയെ കിട്ടിയത്. ഓർക്കുന്നുണ്ടോ? അതേ റബ്ബേ, ഞാൻ സന്ധ്യയോടടുത്ത നേരത്തെ ആടിനെനിക്ക് കിട്ടിയത് ഒരാട്ടുകുഞ്ഞ്. ആ സമയത്ത് ആട്ടിൻകുട്ടിയെ കണ്ടെത്തിയ നേരത്ത് അങ്ങ് ആ ആട്ടിൻകുട്ടിയെ അണച്ച് പിടിച്ചിട്ട് സ്നേഹത്തോടുകൂടെ മടിയിലിട്ട് പുന്നാരിച്ചില്ലേ? അതേ റബ്ബേ, അന്ന് ആടിനോട് അങ്ങ് പുന്നാരിച്ച് പറഞ്ഞ വർത്തമാനം ഇതല്ലേ? അങ്ങേക്ക് ഓർമ്മയില്ലേ? യാ മിസ്കീന, ഓ മിസ്കീനായ ആട്ടിൻകുഞ്ഞെ, ഓ പാവം ആട്ടിൻകുഞ്ഞെ. മിസ്കീൻ എന്ന് പറഞ്ഞ പാവം, എന്റെ പാവം കുഞ്ഞെ, പാവം ആട്ടിൻകുഞ്ഞെ. ഓ എന്റെ കുഞ്ഞാട്ടുകുഞ്ഞെ, എന്റെ പുന്നാരാട്ടുകുഞ്ഞെ, നീ എന്നെ ക്ഷീണിപ്പിച്ചിട്ടോ, നീ എന്നെ
ക്ഷീണിപ്പിച്ചു. ഞാൻ നടന്ന് വല്ലാതെ ക്ഷീണിച്ചു. ഞാൻ ക്ഷീണിച്ച പോലെ നീയും ക്ഷീണിച്ച് വാടിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളാണെ അന്ന് വൈകുന്നേരം ആട് ബിരിയാണി വയ്ക്കും. മനസ്സിലായില്ല? ഇതിനെ മൂസാ നബി പുന്നാരിച്ച് സ്നേഹിച്ച്, ഞാൻ നടന്ന് ക്ഷീണിച്ചു, നീയും ക്ഷീണിച്ചല്ലോ, എന്നെ പോലെ തന്നെ നീ ഒരു കുഞ്ഞല്ലേ, നീയും വഴിതെറ്റി ക്ഷീണിച്ചല്ലോ എന്ന് പറഞ്ഞ് ആട്ടിൻകുട്ടിയെ മാറോട് ചേർത്ത് പിടിച്ച് മടിയിലിട്ട് അങ്ങ് പുന്നാരിച്ചത് അള്ളാഹുവിന് ഇഷ്ടമായി. അമ്പിയാക്കൾക്ക് വളരെ വിരളം കൊടുക്കുന്ന സൊഫി എന്ന പദവിയിലെത്താൻ ഒരു നബിയെ അള്ളാഹു തെരഞ്ഞെടുത്തത് ആട്ടിൻ കുഞ്ഞിനോട് സ്നേഹം പ്രകടിപ്പിച്ചത് കൊണ്ടാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തസബ്ബുദ്ദീഖത, പൂവൻ കോഴിയെ നിങ്ങൾ ചീത്ത പറയല്ലേ, പൂവൻ കോഴിയെ ചീത്ത പറയല്ലേ. നിസ്കരിക്കാൻ വിളിച്ചെഴുന്നേൽപ്പിക്കണമെന്ന പണിയാ അല്ലാഹു പൂവൻ കോഴിക്ക് കൊടുത്തിട്ടുള്ളതെന്ന് ഖാല റസൂലുള്ളാഹി. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഹദീസ് കാണാം. അതുകൊണ്ട് അതിനോടൊരു റെസ്പെക്ട് വേണം. പശുവിനെ കറക്കുന്നവൻ അകിടിൽ പിടിക്കണോ, കയ്യിന്റെ നഖം കൃത്യമായി മുറിച്ച് ശുദ്ധിയാക്കണമെന്ന് ഖാല റസൂലുള്ളാഹി. ആടിനെ ചെവിയിൽ പിടിച്ചു വലിക്കല്ലേ, അതിന്റെ കഴുത്തിലെ കയറിൽ പിടിച്ചു വലിക്കണേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു സ്നേഹ പിടിപ്പിച്ചത്. ഇതൊക്കെ നന്മയാ, ഒരു നല്ല മനുഷ്യന്റെ ക്വാളിറ്റിയാ. മറ്റുള്ളവരോട് ഒരു വിഷമം. കേട്ടോ, കുറെ ആളുകളുണ്ട് സ്വർഗത്തിൽ പോകുന്നവർ. ശുഅബുൽ ഈമാനിൽ ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നു അനിൽ ഹസനി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന ബുദലാ ഉമ്മത്തി ലം യദ്ഖുലുൽ ജന്നത ബികഥറതി സ്വലാത്തിഹിം വലാ സിയാമിഹിം. എൻ്റെ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ ഒരുപാട് നിസ്കരിച്ചിട്ടല്ല അവർ സ്വർഗത്തില്. എൻ്റെ സമുദായത്തിലെ ഒരു വിഭാഗം ആളുകൾ ഒരുപാട് നോമ്പെടുത്തിട്ടല്ല അവർ സ്വർഗത്തില്. അല്ലാഹുവേ കേൾക്കണേ, നിസ്കാരം കൊണ്ടുമല്ല നോമ്പ് കൊണ്ടുമല്ല അവർ സ്വർഗത്തില്. വലാകിൻ ദഖലൂഹാ, അവരെങ്ങനെയാ സ്വർഗത്തിലെത്തിയതെന്നറിയുമോ? ബിസലാമത്തി സുദൂരിഹിം, അവരുടെ മനസ്സിൽ കള്ളത്തരമില്ല, അവരുടെ മനസ്സിൽ കുശുമ്പില്ല, അവരുടെ മനസ്സിൽ മറ്റുള്ളവരോട് വിരോധമില്ല. വസഖാവത്തി അൻഫുസിഹിം, എല്ലാവർക്കും കൊടുക്കണം, എല്ലാരെയും സ്നേഹിക്കണം, ഇതാണ് അവരുടെ നിയ്യത്ത്. അങ്ങനെയുള്ളവർക്ക് സ്വർഗം നബി മുഹമ്മദ് മുസ്തഫ. ലാ യർഹമുല്ലാഹു മൻ ലാ യർഹമുന്നാസ്, ജനങ്ങളോട് അലിവ് തോന്നാത്തവനോട് അല്ലാഹ്ക്ക് അലിവില്ല. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നല്ല മനുഷ്യന്റെ ലക്ഷണങ്ങളായി പറഞ്ഞത്, ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ ഒരുപാട് പാടുപെടണം. ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ ഒരുപാട് പാടുപെടണം. നാലാള് നല്ലത് പറയണം നമ്മളെക്കുറിച്ച് നാലാള് നല്ലത് പറയണം. എപ്പോഴാ ഇതൊക്കെ നമ്മൾ അനുഭവിക്കാം? നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമുക്കിതൊക്കെ അനുഭവിക്കാൻ കഴിയും. നാലാള് നല്ലത് പറയുന്ന ഒരു മനുഷ്യനായി മാറണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്കതിനുള്ള മഹാഭാഗ്യം നൽകട്ടെ. ജീവിതം കൊണ്ട് ആഖിറം സമ്പാദിക്കാനുള്ള എല്ലാ വിജയവും, എല്ലാ നിലക്കുമുള്ള നേട്ടവും, എല്ലാ പക്വതയും ചിന്തയും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. നമുക്ക് തോന്നുന്നുണ്ടോ നമ്മളൊക്കെ ഒരു ക്ഷണക്കത്ത് കൊടുത്ത് നേരത്തെ ഏർപ്പാടാക്കിയാൽ നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും ജനങ്ങൾ ഒഴുകിയെത്തുമെന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ? നമ്മൾ നേരത്തെ കുറെ ആളുകളെ ഏർപ്പാടാക്കി ക്ഷണിച്ചു വെച്ചു. ഞാൻ എവിടെയാണ് മരിച്ചു വീഴുന്നതെങ്കിലും, ഞാൻ എപ്പോഴാണ് മരിച്ചു വീഴുന്നതെങ്കിലും എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ നിങ്ങൾ ഉണ്ടാവണോട്ടോ, ഞാനത് ഏർപ്പാടാക്കിയേക്കാണ് എന്ന് പറഞ്ഞ് ആരെ ഏർപ്പാടാക്കി വെച്ചാലും ആള് വന്നോളുന്നുണ്ടോ? ഇല്ല. നേരെ മറിച്ച് കല്യാണത്തിന് വരും, ബർത്ത്ഡേക്ക് വരും, മറ്റേത് ആവശ്യത്തിനും, വെഡിങ് ആനിവേഴ്സറിക്ക് വരും, എല്ലാം വരും. പക്ഷേ ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാനും ദുആരക്കാനും ഖബറിന്റെ അടുത്ത് വന്ന് പൊട്ടിക്കരയാനും ഞാൻ നിങ്ങളെ ഏർപ്പാടാക്കി വന്നേക്കണോട്ടോ. നമ്മളെ അങ്ങനെയല്ലേ? അതെ,
സ്വന്തം മക്കളെ കിട്ടിക്കൊള്ളണമെന്നില്ലതിന്. ആർക്കും ആരെയും ഏർപ്പാടാക്കി വെക്കാൻ പറ്റൂല. പക്ഷെ അതിന് നമുക്ക് സാധിക്കും. എങ്ങനെ? നമ്മൾ ക്ഷണിക്കുകയും വേണ്ട, പറയുകയും വേണ്ട, ആളുകൾ ഒഴുകും. ആളുകൾ ഒഴുകിയെത്തും. ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന അംഗീകാരമാണത്. ഞാനീ പറയുന്ന എന്റെ അനുഭവമാണ്. ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന അംഗീകാരമാണ്. ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ സൃഷ്ടികളിലെ ദുർബലനായ മനുഷ്യൻ മരണപ്പെടാൻ എത്ര കാരണങ്ങൾ, സങ്കടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ എത്ര കാരണങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ മനുഷ്യൻ മരണപ്പെടാൻ എത്ര കാരണങ്ങൾ മനുഷ്യൻ ചിന്തിക്കുന്നില്ല. ഉറപ്പുള്ള കാര്യമാണ് മരണം. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്കു പിന്നെ എന്ത് മാറ്റ ശങ്കയൊന്നുമില്ലതിൽ. സീസറൊക്കെ പോയി, സോളമൻ പോയി, സുലൈമാൻ നബി പോയി, എല്ലാവരും ഇവരൊക്കെ വലിയ ആൾക്കാരായിരുന്നു. എന്നിട്ടെന്തേ? ആ പുഷ്പമേ അധിക തുങ്കപദത്തിലത്ര ശോഭിച്ചിരുന്നിതൊരു രാത്രി കണക്കയേ നീ ശ്രീഭൂവില സ്ഥിര അസംശയമിന്നു നിന്റെ യാഭൂതിയങ്ങ് പുനരങ്ങ് കിടപ്പതോർത്താൽ. കുമാരനാശാൻ അദ്ദേഹത്തിന്റെ വീണപൂവ് തുടങ്ങുന്നത് എങ്ങനെയാ? പൂവ് ഇങ്ങനെ ഞെട്ടറ്റ് താഴെ വീണ് കിടക്ക. അതിന്റെ സൗന്ദര്യം നോക്കിയിട്ട് അതെടുത്ത് കൈപിടിച്ചിട്ട് ഇങ്ങനെ പറയാ, ഒരു ദിവസം എത്ര ഉയരത്തിലാണെങ്കിലും ഈ മണ്ണിലൊന്ന് വീഴേണ്ട വരും. എങ്ങനെയാ പൂവ് അതിനു മുമ്പുണ്ടായിരുന്നത്? എങ്ങനെയാണ് ആ പൂവ് അതിനു മുമ്പുണ്ടായിരുന്നത്? ഇങ്ങനെ ഇളം തെന്നൽ വരുമ്പോൾ റോസാപ്പൂവ് ആടി ആടി തത്തിക്കളിച്ചിരുന്നു. ലതയമ്പോട് ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ചു നിന്നെ ആലോലവായു ചെറുതൊട്ടിൽ മാട്ടിത്താരാട്ടാലാപമാർന്ന മലരെ ദലമർമരങ്ങൾ. കണ്ണേ മടങ്ങുക. ഒരു 19 വരി ഇങ്ങനെ താഴേക്ക് വന്നു കഴിയുമ്പോൾ കരഞ്ഞു മലിഞ്ഞു മാസു മണ്ണാകുമി. ഈ മാസും മണ്ണാവാനുള്ളതാണ്. എത്രയാ ചിന്തിക്കാനുള്ളത്? മരിച്ചു പോകുന്ന കാരണങ്ങൾ എത്രേ. പൊതുസമൂഹത്തിന്റെ സ്നേഹം പിടിച്ചു പറ്റണം, ജീവജാലങ്ങളോട് കാരുണ്യം കാണിക്കണം, ചുറ്റുപാടിൽ ഒരു മുഅ്മിനിന്റെ വെളിച്ചം വിതരണം, ആളുകൾ നല്ലത് പറയണം, നല്ലത് പറയുന്ന മരണമുണ്ടാവണം. മരിച്ചാൽ ജനങ്ങൾ നല്ലത് പറയണം അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ദുആ ഇറക്കണം. ആ ഒരു ദുആ എന്ന് പഠിക്കേണ്ടത്. അല്ലാഹുവേ, ഞാൻ മരിച്ചാൽ ജനങ്ങൾ എന്നെ പറ്റി നല്ലത് പറയണം, നിന്റെ മലക്കുകൾ അത് ഏറ്റു പറയണം അല്ലാ. ഇന്ന് മുതൽ നമ്മുടെ ദുആ എങ്ങനെയാവണം? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാൻ, എന്നെ കുറിച്ച് നല്ലത് മാത്രം പറയാൻ ജനങ്ങളുടെ നാവിന് പറ്റണം. അല്ലാഹുവേ, അതിനുള്ള പുണ്യം എനിക്ക് വേണം. എന്റെ പ്രിയമുള്ളവരെ, ചിന്തിക്കണേ. പൊതുസമൂഹത്തിന്റെ സ്നേഹമല്ല, അള്ളാഹുവിന്റെ മുന്നിൽ ഒരു അംഗീകാരം. അയാളാരാ? അയാളൊരു കല്യാണം മുടക്കി. അയാളാരാ? അയാൾ ഒരു വൃത്തികെട്ടവൻ. ഈ മഹലിൽ അങ്ങനത്തെ ഒരാളില്ല. അയാളാരാ? അയാൾ ഒന്നിനും കൂടാത്തൊരു പ്രത്യേക ടൈപ്പ്. ഇങ്ങനെയൊക്കെ പറയണ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് നമ്മളെ പറ്റി ആവരുത്. അയാളാരാ? പറഞ്ഞു 3 മണിക്ക് പള്ളിയിൽ വന്നു. 3 മണിക്ക് പള്ളിയിൽ വന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സുബ്ഹി വരെ ഖുർആൻ ഓതി. വാങ്ക് വിളി അത് എന്റെ അവകാശം എന്ന പോലെ. ഉസ്താദ് വാങ്ങു കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. എന്റെ വാപ്പാടെ മരണം എന്നത് പഠിപ്പിച്ചു. ഞാൻ ഈ പറയുന്ന എന്റെ അനുഭവമാണ്. സുബ്ഹി നിസ്കാരവും കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ കൃത്യമായി 40ഓളം ഔലിയാക്കളുടെ പേരിൽ ഫാത്തിഹയും സൂറത്തുകളും ഓതി ദുആ ഇറക്കാറുണ്ട്. അതും ചൊല്ലി. ഇതൊരു പതിവ് ശീലമാണ്. ഉളൂഓടുകൂടെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നു. അത് പറമ്പിലേക്കാണ്.
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങനെ കാലങ്ങളോളം ഉണ്ടായാൽ അള്ളാഹുവിന്റെ ഹബീബ് പോയ 63 വയസ്സ് അള്ളാഹു കൊടുക്കും. 63 വയസ്സ് റസൂലുള്ളാഹിയുടെ പ്രായം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം, ഒരുപാട് മഹാന്മാരുടെ പ്രായം. പുണ്യ മുഹറം അള്ളാഹു ആദരിച്ച മാസം. ഖുർആൻ അങ്ങനെ പറഞ്ഞു. വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ പ്രപഞ്ചം കണ്ട ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസം. ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. മുഅ്മിനീങ്ങൾ ദുആരക്കാൻ അന്നത്തെ ദിവസം മരിക്കാൻ. ഖബറിലേക്ക് മയ്യിത്ത് വെച്ചത് മഗ്രിബിന്റെ മുമ്പ് അസറിന് ശേഷം ആദം നബി വഫാത്തായ സമയം. വെള്ളിയാഴ്ചയുടെ ആനുകൂല്യങ്ങളിലെത്താൻ, ഇങ്ങനെ ഒരു മരണത്തിലേക്ക് ഒരു മനുഷ്യന് എത്താൻ കഴിയണമെങ്കിൽ ജീവിതത്തിൽ നന്മകൾ വേണം. അപ്പോഴാണ് ആഖിബത്ത് നന്നാവാ. ഇന്ന് മുതൽ നമ്മുടെ ദുആ ഇങ്ങനെ: അല്ലാഹുവേ, ഞാൻ മരിച്ചാൽ എന്നെ കുറിച്ച് ജനങ്ങൾ നല്ലത് പറയണം, എനിക്ക് വേണ്ടി ആയിരങ്ങൾ ദുആരക്കണം, അതിനുള്ള നന്മ പുണ്യം എന്റെ ജീവിതത്തിൽ വേണം, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെ ദുആരന്നേ പറ്റും. അങ്ങനെ ഒരു ദുആ ജീവിതത്തിലെ ഏറ്റവും നല്ല ദുആയാണത്, ഏറ്റവും വലിയ ദുആ. ഈ ദുആ ഇല്ലെങ്കിൽ ആഖിബത്ത് നന്നാവില്ല. എന്തുകൊണ്ട്? ഇങ്ങനെ ദുആ ഒരു മഹാന്റെ പേര് ഞാൻ പറയാം. സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം. ഇങ്ങനെ ദുആ മറ്റൊരു മഹാനാണ് മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആൻ. ഇങ്ങനെ ദുആ ഒരു മഹാനാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആൻ. ഇങ്ങനെ ദുആ മറ്റൊരു മഹാനാണ് സയ്യിദുനാ ഹാറൂൻ നബി അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആൻ. ഇങ്ങനെ ദുആ മഹാനാണ് സയ്യിദുനാ ഇല്യാസ് നബി അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആൻ. സൂറത്ത് സാഫാത്തിന്റെ ആയത്തുകളിൽ കാണാം. സൂറത്ത് സാഫാത്തിന്റെ ആയത്തുകൾ യഥാക്രമം 78, 79, 119, 120, 129, 130. എങ്ങനെ ദ്വാരക്കണമെന്നൊരു പറയാം. അല്ലാഹുവേ, ഞാൻ മരിച്ചാൽ 4 ആള് എന്നെ കുറിച്ച് നല്ലത് പറയണേ, എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ ആളുകൾ ഉണ്ടാവണേ. ആളുകൾ നല്ലത് പറഞ്ഞ എന്താ ഗുണം? മലക്കുകൾ ഏറ്റു പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. സൂറത്തുൽ ബഖറ 281. പേടിക്കണം, ഒരു ദിവസമുണ്ട്. സൂക്ഷിക്കണം, ഒരു ദിവസമുണ്ട്. ഒറ്റ ദിവസമുള്ളൂ. എല്ലാവർക്കും അങ്ങനെ ഒരു ദിവസമുണ്ട്. അങ്ങനത്തെ ഒരു ദിവസമില്ലാത്ത ഒരാളുമില്ല. അങ്ങനെ ഒരു ദിവസമുണ്ട്, അതെനിക്കുണ്ട്. അന്ന് എന്റെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും അതുപോലെ പ്രവർത്തിക്കുന്ന പോലെ ഒരിക്കലും മുമ്പും പ്രവർത്തിച്ചിട്ടില്ല. അന്ന് എന്റെ ശരീരത്തിൽ വരുന്ന ആ വിയർപ്പ് പോലെ വേറൊരിക്കലും അതുപോലത്തെ വിയർപ്പ് വന്നിട്ടില്ല. അന്നെന്റെ ശരീരം ഉണർന്ന പോലെ, അന്നെന്റെ ശരീരം പുളഞ്ഞ പോലെ ഒരിക്കലും പുളയൂല. അങ്ങനത്തെ ഒരു ദിവസം പേടിക്കണമെന്ന് ഖുർആൻ. തുർജഊന ഫീഹി ഇലല്ലാഹ്. അന്നാണ് അല്ലാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്നത്. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്. ആ ദിവസശേഷമാണ് ചെയ്തതിന്റെ കൂലിയും ശിക്ഷയും പൂർത്തീകരിക്കപ്പെടാ. വഹും ലാ യുളമൂൻ. അന്ന് അവിടെ നീതിയാണ് നടപ്പാക്കപ്പെടാ. അങ്ങനെ ഒരു ദിവസമുണ്ട്, എല്ലാവരും സൂക്ഷിച്ചു. ആ ദിവസം എന്നെ പറ്റി ഞാൻ ക്ഷണിക്കാതെ എന്റെ വീട്ടിലേക്ക് ഒഴുകണം. അള്ളാഹു ആദരിച്ച ഉലമാക്കളും സദാത്യങ്ങളും നമുക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ നമുക്ക് വേണ്ടി നമ്മൾ ദ്വാരം നിൽക്കണം. അള്ളാഹുവോട് ചോദിക്കണം, പഠിച്ചോനെ ഞാൻ അങ്ങ് മരിച്ച 4 ആള് നല്ലത് പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആഥാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അങ്ങനെ ഒരു ആയത്ത് നമുക്ക് പരിചയമുണ്ടല്ലോ. എന്താ പറഞ്ഞത്?
അല്ലാഹു നമ്മൾ മുമ്പ് ചെയ്തു വെച്ചതിനെ നമ്മുടെ മരണശേഷം റബ്ബ് നമ്മുടെ മുന്നിൽ തരും. മുമ്പ് ചെയ്തു വെച്ചത് ശേഷം അല്ലാഹു തരും. സ്വർഗ്ഗം എങ്ങനെയാ? മുമ്പ് ചെയ്തു വെച്ചത് ശേഷം അല്ലാഹു തന്നതാ. ഉള്ളൂര് പാടിയിലോ, നമുക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്കു നാമേ പണിവതു നാഗം, നരകവും അതുപോലെ. നാഗം സ്വർഗം, നാഗം പാമ്പ്, നാഗം സ്വർഗം. നമുക്ക് നാഗം പണിയുന്നത് നമ്മൾ തന്നെയാണ്. സ്വർഗത്തിന്റെ പര്യായത് നരകവും അതുപോലെ. നേരത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. അല്ലാഹു തരട്ടെ. നല്ലത് ചെയ്താൽ അത് കോഴിക്ക് ഗോതമ്പിട്ട് കൊടുത്തതാണ്. ഒരു പെണ്ണ് സ്വർഗത്തിലാണ്. സ്വഹീഹുൽ ബുഖാരി. എന്തേ കാരണം? വ്യഭിചാരം കഴിഞ്ഞു വരുന്ന വ്യഭിചാരിണിയായ പെണ്ണ്, വേശ്യാവൃത്തി ജീവിതമാർഗമാക്കിയ പെണ്ണ്, കിണറിന്റെ ചുറ്റും ഒരു നായ മണ്ണിൽ നാവുരുമ്മി ഓടി നടക്കുന്ന കിതക്കുന്ന കാഴ്ച കണ്ടപ്പോൾ കാലിലെ ഹുഫ അഴിച്ച് ചുരിദാറിന്റെ ഷാളിൽ ബന്ധിച്ച് കിണറിലെ വെള്ളം കോരി കൊടുത്ത പെണ്ണ് സ്വർഗത്തിൽ. ഖാല റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി. എന്തുകൊണ്ട്? ഒരു ജീവിയോട് കരുണ ചെയ്തു. ഇബാദത്തുള്ള പെണ്ണ് നരകത്തിൽ എന്തേ? പൂച്ചയെ കെട്ടിയിട്ടു, അത് പട്ടിണി കിടന്നതിന്റെ പേരിൽ. ഖാല റസൂലുള്ളാഹി. നല്ലത് ചെയ്യാ, നല്ലത് പറയാ, നല്ലോണം ജീവിക്കാ, എന്നിട്ട് അള്ളാഹുവിനോട് മരിച്ചാലും ആളുകൾ നല്ലത് പറയാനുള്ള തൗഫീഖും ചോദിക്കാ. അപ്പം രക്ഷപ്പെട്ടു. പുതിയ മാളിയേക്കൽ അഹമ്മദ് പൂക്കയ എന്നവരെ കാണാൻ വേണ്ടി പാതിരാവിലെ ആളുകൾ വന്നു. ആളാരെന്ന് മനസ്സിലായില്ലേ? പുതിയ മാളിയേക്കൽ അഹമ്മദ് പൂക്കോയ, PMS പൂക്കോയ തങ്ങള്, ഷിഹാബങ്ങളുടെ വാപ്പ. പുതിയ മാളിയേക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങള്, PMS പൂക്കോയ തങ്ങളെ കാണാൻ ആള് വന്നു. ആളുകൾ വന്നപ്പോ തങ്ങളവറുകള് അപ്പങ്ങ് വന്നിട്ട് വീട്ടിലേക്ക് കയറിയിട്ടുള്ളൂ. ഒന്ന് കിടന്ന് എണീറ്റാലാ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂ. തഹജ്ജുദിന് എണീറ്റ് വന്നപ്പോ ആളുകൾ മുറ്റം നിറയെ. ചോദിച്ചു, എന്തേ പോകുന്നത്? കടലിൽ മീനില്ല, അങ്ങ് ദ്വാരക്കണം. നിങ്ങൾ വന്നിട്ട് കുറെ നേരമായോ? ദ്വാരക്കണം. കുറച്ചേരായി. തങ്ങൾ അങ്ങോട്ട് കേറുമ്പോഴേ ഞങ്ങൾ പറഞ്ഞു. എന്നിട്ട് എന്താ വിളിക്കാരുന്ന്? വേണ്ടെന്ന് വെച്ചു. തങ്ങളൊന്ന് കിടന്നോട്ടെ നോർത്ത് സ്നേഹത്തോടുകൂടി പറഞ്ഞു. എന്നാ ഇനി പുതിയ മാളിയേക്കൽ അഹമ്മദ് പൂക്കോയ പെരക്കാത്തുറങ്ങൂല. ഉമ്മറത്ത് ഉത്തരത്തിൽ ചുരുട്ടി വെച്ച ആ പുൽപ്പായ താഴങ്ങട്ട് വിരിച്ചിട്ട് പറഞ്ഞു, ഇനി എന്റെ കിടപ്പ് മരണം വരെ സേവനമായിരുന്നു. എവിടെ? തങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. രണ്ടാള് കക്കാൻ പോയി. എവിടെ? മനസ്സിലായില്ല. ശാപങ്ങളുടെ വാപ്പാടെ കഥയെ പറഞ്ഞു. രണ്ട് കള്ളന്മാര് വന്നു PMS പൂക്കോയ തങ്ങളുള്ള കാലത്ത്. കള്ളന്മാര് രണ്ടാള് വന്നിട്ട് മച്ചന്റെ മുകളിൽ കയറി കൂടി. തങ്ങളുടെ വീട്ടിൽ നിന്നാ ഇന്ന് കക്കണത്. രണ്ട് കള്ളന്മാരുണ്ട്. സമാധാനമായിട്ട് കക്ക. എവിടെ? അവരവിടെ വലിയ സന്തോഷത്തിലായിരുന്നു. തങ്ങളുടെ വീട്ടിൽ നിന്നാ മോഷണം നടത്തുന്നത്. സമാധാനമുള്ളൊരു മോഷണ. സമാധാനം ഉണ്ടായതിന്റെ പേരിൽ എന്ത്? ഒരു അല്പം രാത്രിയാണല്ലോ ഈ പരിപാടി. മോഷണം. ഒന്ന് കടന്നു ഉറങ്ങിപ്പോയി. നേരം വെളുത്തപ്പോ തങ്ങളവർക്ക് ഇന്നലെ രാത്രി ആരോ തട്ടിന്റെ മുകളിൽ വന്ന് കൂടി എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ചായ കൊണ്ടുവരുന്ന ഖാദിമിനോട് പറഞ്ഞു, 2 ചായ മച്ചന്റെ മുകളിലേക്ക് പോട്ടെ, അവിടെ 2 ആൾക്കാരുണ്ട് എന്നാ. അങ്ങനെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ മനുഷ്യന്മാര് ജീവിച്ചപ്പോൾ വെളിച്ചമായിരുന്നു. മനുഷ്യന്മാർ ജീവിച്ചപ്പോൾ മരണശേഷം അവരെ കുറിച്ച് നല്ലത് പറയും. മരണത്തിന് മുമ്പ് നല്ലത് ചെയ്തു വെക്കണേ. മുഅ്മിനീങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. അതിനായി പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനെ കുറിച്ച് പറയാ തന്റെ സമൂഹത്തില്. വിഗ്രഹാരാധന ഉള്ളവരോട് പറയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ
വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ വഇദാ മരിദ്തു ഫഹുവ യസ്ഫീൻ വല്ലദീ യുമീതുനീ വയുഹീൻ വല്ലദീ യത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതീ യൗമദ്ദീൻ റബ്ബി ഹബ് ലീ ഹുക്മൻ വഅൽഹിഖ്നീ ബിസ്സാലിഹീൻ വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. അല്ലാഹുവിനെ കുറിച്ച് പറയാ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. ആരാണ് അല്ലാഹ് എന്നറിയോ? അല്ലദീ ഖലഖനീ വഫഹുവ യഹ്ദീൻ. എന്നെ സൃഷ്ടിച്ച് നല്ല വഴിക്ക് നടത്തിയവൻ എൻ്റെ അല്ലാഹ്. വഹുവ വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ. എനിക്ക് തിന്നാനും കുടിക്കാനും തരുന്നത് എൻ്റെ റബ്ബാ. വഇദാ മരിദ്തു ഫഹുവ യസ്ഫീൻ. എനിക്ക് രോഗം വരുമ്പോൾ ശിഫയാക്കുന്നവൻ എൻ്റെ റബ്ബാ. എന്റെ റബ്ബാണ് മരിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്നവനും. വല്ലദീ എന്റെ റബ്ബ് ആരാണെന്നറിയോ? അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതീ യൗമദ്ദീൻ. എന്റെ ഒരു പ്രതീക്ഷയാ എന്റെ റബ്ബ്, അവൻ എനിക്ക് പൊറുക്കുമെന്നതാ എന്റെ പ്രതീക്ഷ. എന്റെ റബ്ബ് എനിക്ക് പൊറുത്തു തരുമേ. എന്റെ റബ്ബ് അങ്ങനെ, എന്റെ കോൺസെപ്റ്റ് അങ്ങനെയാണ്. റബ്ബി ഹബ്ലി, അല്ലാഹുവേ നിന്നെ കുറിച്ച് ഞാൻ പറഞ്ഞോടത്ത് ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നീ എനിക്ക് തരണം തമ്പുരാനെ. നിന്റെ ദീന വിധിക്കാനും നടപ്പാക്കാനുമുള്ള ത്രാണി തരണേ. വഅൽഹിഖ്നീ ബിസ്സാലിഹീൻ. ഞാൻ സ്വാലിഹല്ലേലും സ്വാലിഹീങ്ങളിലേക്ക് എന്നെ ചേർക്കണേ അല്ലാഹ്. സയ്യിദുനാ ഇബ്രാഹിം. ഇനി കേട്ടോളൂ അടുത്ത ദുആ. വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. ഞാൻ മരിച്ചാൽ എന്റെ ശേഷം ജീവിക്കുന്ന ആളുകൾ പറയണം, ഇബ്രാഹിം നബി നല്ല മനുഷ്യനായിരുന്നുവെന്ന്. നാലാളെ എന്നെ കുറിച്ച് എന്റെ മരണശേഷം നല്ലത് പറയണം അല്ലാഹ്. സയ്യിദുനാ ഇബ്രാഹിം. സൂറത്ത് ശുഅറയുടെ ആയത്തുകളായി ഓതിയത്. അപ്പം മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പറ്റി നാലാള് നല്ലത് പറയാൻ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ദ്വാരക്കണം. ഈ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. എന്താ ദുആ? പടച്ചോനെ, ഞാൻ മരിച്ച എന്റെ ശേഷം ലിസാനു സിദ്ഖ് ജനങ്ങളിൽ നൽകണം. അതായത് ഞാൻ മരിച്ച നാലാള് നല്ലത് പറയണം. ഇബ്രാഹിം നബിനെ പറ്റി അള്ളാഹു പറഞ്ഞത് അത് ഞാൻ സ്വീകരിച്ചു നബിയെ. അങ്ങ് മരിച്ച ആളുകൾ നല്ലത് പറയും, നല്ലത് പറയും. സൂറത്ത് സാഫാത്ത് ഈ ആയത്തുകളുടെ മറുപടിയായി അവതരിച്ചതാ. ഈ ആയത്തുകളുടെ മറുപടി നമുക്ക് അവിടെ കാണാം. മിനാ താഴ്വരയിൽ വെച്ചുകൊണ്ട് മകനെ അറുക്കുന്ന രംഗമുണ്ട്. പുണ്യമായ മണ്ണാണ് മിന. അതുല്യമായ മുഹൂർത്തമാണ് മകനാറുക്കല്. ആ സമയത്ത് അള്ളാഹു അറിയിച്ചു ഇബ്രാഹിം നബിയെ, മകനെ അറുക്കാൻ അള്ളാഹുവിന്റെ പരീക്ഷണം വന്നപ്പോ അങ്ങ് അതിൽ വിജയിച്ചതിന്റെ കൂടെ വിജയിച്ചു എന്ന പദവിയും അതോടൊപ്പം തന്നെ അന്ന് ദ്വാരെന്ന് വെച്ചതിന്റെ പദവിയും ഇപ്പൊ തന്നേക്കാം. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين وفديناه بذبح عظيم وتركنا عليه في الآخرين. ഇബ്രാഹിം നബിക്ക് മരണശേഷം നാലാള് നല്ലത് പറയുന്ന പദവി നാം നൽകി. വതറക്നാ അലൈഹി. ഇബ്രാഹിം നബിക്ക് നാം തിരുശേഷിപ്പായി വെച്ചു. ഫിൽ ആഖിരീൻ. പിൻകാമികളിൽ ഐസനാഅൻ ഹസന, നല്ല വാചകങ്ങൾ. ഇബ്രാഹിം നബി മക്കളെ പഠിപ്പിച്ചു, മക്കളെ ദ്വാരക്കണോട്ടോ. എന്ത്? മരിക്കുമ്പോ നാലാള് നല്ലത് പറയണം, ആള് കൂടണം, അതിനുവേണ്ടി ദ്വാരക്കണോട്ടോ. മക്കളും ദ്വാരന്നു, അവർക്കും കിട്ടി. ആരാ മക്കള്? മക്കളെ പഠിപ്പിച്ചു. ويعقوب ووهبنا له إسحاق ويعقوب وكلا جعلنا نبيا. മക്കളെ പഠിപ്പിച്ചു. ووهبنا لهم من رحمتنا. അവരും ദുആയിരുന്നു, അല്ലാഹു കൊടുത്തു. വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയാ. മരിച്ചാൽ നാലാള് നല്ലത് പറയുന്ന പദവി ഇബ്രാഹിം നബിയുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അല്ലാഹു നൽകി. അമ്പിയാക്കൾ പോലും ഇത് ദുആയിരുന്നു. നേരത്തെ പറഞ്ഞു, മറ്റു പല നബിമാരും ഇത് ദുആയിരുന്നു.
ഈ ദുആ പഠിച്ചു പോണം. പടച്ചോനെ, ഞാൻ മരിച്ചാൽ 4 ആള് എനിക്ക് വേണ്ടി നല്ലത് പറയണം, ആത്മാർത്ഥമായി ദ്വാരക്കണം. അങ്ങനത്തെ ഒരു മനുഷ്യനായി എനിക്ക് മരിക്കണം. അതിനു വേണ്ട ചുറ്റുപാടുകളെ നേരത്തെ പറഞ്ഞ ജീവികളോട് കരുണ ചെയ്യുക, ആളുകൾക്ക് നല്ലത് ചെയ്തു കൊടുക്കുക. അങ്ങനെയൊക്കെ ഒരു ചൊല്ലുണ്ട്, കുടത്തിന്റെ വായ കെട്ടാം, പക്ഷെ 1000 കുടത്തിന്റെ വായ കെട്ടാം. പുതിയ തലമുറ കുടത്തിന്റെ വായ കെട്ടാന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. കാരണം അവര് കുടം വായ കെട്ടുന്ന ഒരു ചുറ്റുപാട് അവർ കണ്ടിട്ടില്ല. 1000 കുടത്തിന്റെ വായ കെട്ടാം, പക്ഷേ ഒരു മനുഷ്യന്റെ വായ കെട്ടാൻ നമുക്ക് കഴിയൂല. പക്ഷേ ഇത്രയും പറഞ്ഞതിന് മനസ്സിലാക്കണം, മനുഷ്യന്റെ വായ കെട്ടാൻ കഴിയണം. അതിനുള്ള പണിയെടുക്കണമെന്ന് ഞാൻ അവസാനിപ്പിക്കട്ടെ. കുറെ നേരമായി തോന്നുന്നു അല്ലേ? 10 മിനിറ്റ്. അതിനുള്ള പണിയെടുക്കണം, ജനങ്ങൾ നല്ലത് പറയാൻ. ഒരു ഹദീസ് പറയാ, മഹാനായ അസ്വദ് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പ്രമുഖനാണ്. മഹാനവറുകൾ പറയാണ്, ഞാൻ ഒരിക്കൽ മദീനയിലേക്ക് കടന്നു ചെന്നു. സ്വഹീഹുൽ ബുഖാരി, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലഘട്ടമാണ്. മദീനയിൽ അന്നൊരു പകർച്ചവ്യാധിയുണ്ട്, ജനങ്ങൾ വേഗം മരിക്കാണ്. ഞാൻ അവിടെ ഇരിക്കെ മയ്യിത്തുകൾ കൊണ്ടുവരപ്പെടുന്നു. ഒരു ജനാസങ്ങനെ കൊണ്ടുവരാ. ആ ജനാസയെ പറ്റി, ജനാസതാരുടേതാ, ഇന്നാളുടെ ജനാസ വരുന്നപ്പോ ജനങ്ങൾ ഇങ്ങനെ പെറുപെറുക്കാൻ തുടങ്ങി. എല്ലാരും നല്ലതാണ് അയാളെ പറ്റി പറയുന്നത്. ആ സമയം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടു ജനങ്ങൾ ആ ജനാസയെ കുറിച്ച് നല്ലത് പറയുന്നത്. ഉമർ ഉടനെ പറഞ്ഞു, വജബത്, നിർബന്ധമായി. സ്വഹീഹുൽ ബുഖാരി. അസ്വദ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ ഉമറുമായി നല്ല ബന്ധമാ. താബിഈങ്ങളിൽ പ്രമുഖൻ, പ്രധാനി, വലിയ താബിഈയാണ്. താബിഈൻ കബീർ എന്നാണ് ശരീഹീങ്ങൾ പറയുന്നത് മഹാനവറുകളെ പറ്റി. അസ്വദ് പറയാണ്, കുറച്ചു കഴിഞ്ഞപ്പോ രണ്ടാമതൊരു മയ്യിത്ത് വന്നു. ആ മയ്യിത്തിനെ പറ്റിയും ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. നല്ലതേ പറയുന്നത്, അതും ഖലീഫ കേട്ടു. ഉടനെ ഉമർ പറഞ്ഞു, വജബത്ത്, നിർബന്ധമായി. ആദ്യം കൊണ്ടുവന്നപ്പോഴും പറഞ്ഞു നിർബന്ധമായിന്ന്, ഇപ്പോഴും പറഞ്ഞു നിർബന്ധമായിന്ന്. എന്താന്ന് പറഞ്ഞില്ല. മൂന്നാമതൊരു മയ്യിത്ത് വന്നപ്പോൾ ആളുകൾ മുഖത്തോട് മുഖം നോക്കി. ആരുടേത്? ഇന്നാളുടേത്. ജനങ്ങൾ പിറുപിറുത്ത അയാള് പോരാ, അയാളെ പറ്റി മോശം പറയാൻ തുടങ്ങി. അപ്പോഴും ഉമർ പറഞ്ഞു, വജബത്ത്. മൂന്നെണ്ണത്തിന് ഒരുപോലെ പറഞ്ഞു, നിർബന്ധമായി. തിരക്കൊഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഫഖുൽതു വമാ വജബത്ത് യാ അമീറുൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീനെ, നിർബന്ധമായി എന്ന് 3 മയ്യിത്തുകൾ വന്നപ്പോഴും അങ്ങ് പറഞ്ഞു. ആദ്യത്തെ 2 മയ്യിത്ത് നല്ല സ്തുതിച്ച് പറഞ്ഞ വാചകങ്ങളുടെ ഉടമയാ. മൂന്നാമത്തെ മയ്യിത്ത് ജനങ്ങൾ മോശം പറഞ്ഞ മയ്യിത്ത്. ആ 3നും നിർബന്ധമായി എന്ന ഒരൊറ്റ ശൈലിയ അങ്ങ് പറഞ്ഞത്. ഉമർ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ വക പറഞ്ഞതല്ല അസ്വദേ. ഫഖുൽതു കമാ ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് അന്ന് പറഞ്ഞത് പോലെയാ ഇന്ന് ഞാൻ പറഞ്ഞതെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ്. അയ്യുമാ മുസ്ലിമിൻ ശഹീദ ലഹു അർബഅത്തുൻ ബിഖൈരിൻ. അർബഅത്ത് എത്ര? 4. വാഹിദ്, ഇദ്നാനി, സലാസ, അർബഅ. 4 ആള് നല്ലത് പറയട്ടെ എന്ന് പറഞ്ഞ വെറുതെ അല്ല, ഹദീസിൽ അങ്ങനെയാ. ഒരാൾ മരിച്ച, ഒരു മുസ്ലിം, 4 പേര് അയാൾക്ക് ഖൈർ കൊണ്ട് സാക്ഷി പറഞ്ഞാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അയാളെ അല്ലാഹു സ്വർഗ്ഗത്തിൽ കടത്തും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അന്ന് പറഞ്ഞതാ. അന്ന് ഞങ്ങൾ സ്വഹാബികൾ ചോദിച്ചു, വസലാസത്തുൻ, സ്വാഭാവികമായും യാദൃച്ഛികമായും ഒരു മയ്യിത്തിനെ കുറിച്ച് 3 ആളാണ് നല്ലത് പറഞ്ഞത് നബിയേ. റസൂലുള്ളാഹി പറഞ്ഞു, വസലാസത്തുൻ, 3 പേര് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ ചോദിച്ചു, ഉമർ മരിച്ചാൽ 3 ആള് നല്ലത് പറയാനില്ല. വസനാനി യാ റസൂലല്ലാഹ്, 2 പേരാണ് ഉമർ നല്ല ആളായിരുന്നു എന്ന് പറയാനുള്ളത്. 2 ആളാ ഉള്ളത്. ഉമർ നല്ലവനാണെന്ന് പറയാൻ കിട്ടോ നബിയേ? വസനാനി, 2 പേര് പറഞ്ഞാലും മതി ഉമറേ. ثم لم نسأله عن الواحد,
ഒരാളെ പറയാനുള്ളൂ എന്ന് ഞങ്ങൾ അന്ന് ചോദിച്ചില്ല. കാരണം ഉമർ തന്നെ കുറിച്ച് നല്ലത് പറയാൻ ആളെണ്ണം കുറവാണെന്ന് നബിയുടെ മുന്നിൽ പറഞ്ഞാൽ റസൂലുള്ള മനസ്സിലാക്കുന്നതിൽ നാണിച്ചുകൊണ്ട് പറഞ്ഞില്ല. ഫതഹുൽ ബാരി രേഖപ്പെടുത്തുന്നു, ഫീഹി ഈമാഉൻ ഇലൽ ഇക്തിഫാഇ ബിത്തസ്കിയത്തി ബിവാഹിദിൻ. ഒരാൾ നല്ലത് പറഞ്ഞാലും മതി, പറയേണ്ടവൻ പറഞ്ഞാൽ മതി. അത് അയൽവാസി പറയട്ടെ. കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ, അത് അയൽവക്കത്തെന്ന് പറയട്ടെ. അത്തിപ്പറ്റ ഉസ്താദ് വഫാത്തായപ്പോ അയൽവക്കക്കാരറിഞ്ഞു, കൂടുതലും പറഞ്ഞു. ഒരു മുജാഹിദ് പ്രവർത്തകൻ പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ ജീവിച്ച സ്വഹാബിയ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറയാം, അയാളെ കൊണ്ടും പറയിപ്പിച്ചു. 4 ആള് നല്ലത് പറഞ്ഞു. ഒരാൾ പറഞ്ഞാലും മതി എന്ന് റസൂലുള്ളാഹി പറയുമായിരുന്നു. പക്ഷെ ആ ഒരാള് പറയേണ്ട ആളാവണം, അത് അയൽവാസിയാവണം. അയൽവാസി പറഞ്ഞാൽ മതി, അയൽവാസി പറഞ്ഞാൽ അത് മതി. എന്താ കാര്യം എന്നറിയോ? ഫത്ഹുൽ ബാരി ഹദീസ് പറയുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹി മലായികതൻ. അല്ലാഹുവിന് ഒരു വിഭാഗം മലക്കുകളുണ്ട്, മരിച്ചോടത്ത മലക്കുകളുള്ളത്. തൻതിഖു അലാ അൽസിനതി ബനി ആദമ ബിമാ ഫിൽ മർഇ മിനൽ ഖൈരി വശരി. ജനങ്ങൾ നല്ലത് പറയുന്നോടത്ത മലക്കുകൾ ഏറ്റു പറയും. അങ്ങനത്തെ ഒരു വിഭാഗം മലക്കുകൾ മരിച്ചോടത്തുണ്ടാവുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ പറ്റി നല്ലത് പറയാൻ ആളുകൾ ഉണ്ടാവണം. ആളുകളുടെ നാമം അങ്ങനെ വരുന്നോടത്ത് നമ്മൾ എത്തണം. അള്ളാഹുവോട് ദ്വാരക്കണം. മലയാളത്തിൽ ദ്വാരുന്ന മതി, പഠിച്ചോനെ ഞാൻ മരിച്ച ആളുകൾ നല്ലത് പറയണേ. ഒരു ഹദീസിൽ കൃത്യമായി പറഞ്ഞു അയൽവാസി പറയണമെന്ന്. അനസ് ഇബ്നു മാലിക് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ യമൂതു ഫയശ്ഹദു ലഹു അർബഅതു മിൻ ജീറാനിഹി അൽ അദ്നൈന. അയൽവക്കത്തെ ഏറ്റവും അടുത്ത 4 വീട്ടുകാർ പറഞ്ഞാൽ മതി. അന്നഹും ലാ യഅലമൂന മിൻഹു ഇല്ലാ ഖൈറ. മൂപ്പര് നല്ലതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല, നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മതി. ഇല്ലാ ഖാലല്ലാഹു തആല ഖദ് ഖബൽതു ഖൗലകും വഗഫർതു ലഹു മാ ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും തിന്മ അയാൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വാചകങ്ങളെ കണക്കിലെടുത്ത് ഞാൻ അയാൾക്ക് പൊറുക്കുമെന്ന് അല്ലാഹു പറയുമത്രേ. ഖാല റസൂലുള്ളാഹി. ഫത്ഹുൽ ബാരി ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് 4 ആള് നല്ലത് പറയണം. അവസാനിപ്പിക്കാം. മഹാനായ മൻസൂർ ഇബ്നു സക്കി റളിയല്ലാഹു അൻഹു, വലിയ മഹാൻ മരണപ്പെട്ടു. ചുരുക്കി പറയാം, മഹാനവരുകളെ മരണശേഷം മകൻ സ്വപ്നം കണ്ടു. ഭീതിജനകമായ അവസ്ഥയിലായിരുന്നു. വാപ്പ മകനോട് പറയാൻ, മോനെ ആശ്വാസമുണ്ട്, ഇപ്പൊ ഞാൻ നല്ല സന്തോഷത്തിലാണ്. എന്താ വാപ്പ, എന്ത് സംഭവിച്ചു? മോനെ, ഞാൻ ആരാണെന്നറിയോ? അല്ലാഹുവിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ പതറിപ്പോയ മനുഷ്യനാ. 70 വയസ്സ് വരെ ജീവിച്ച മൻസൂർ ഇബ്നു സക്കി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ വന്നുകൊണ്ട് മകനോട് പറയാണ്, അല്ലാഹു എന്നോട് ചോദിച്ചു മോനെ. അല്ലാഹുവിന്റെ ചോദ്യം എന്താണ്? 70 വയസ്സ് ജീവിച്ച മൻസൂർ ഇബ്നു സക്കി എന്നവരെ അങ്ങ് ചെയ്ത അമലുകളെ കുറിച്ച് വല്ല ധാരണയുമുണ്ടോ? ഞാൻ പറഞ്ഞു, അല്ലാ, 70 വയസ്സിൽ ഞാൻ 30 കൊല്ലം ഹജ്ജിന് പോയ ആളാ. 30 ഹജ്ജ് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. 60 വയസ്സ് ഞാൻ നോമ്പ് മുടങ്ങാത്തവൻ. അതായത് 10 വയസ്സിൽ നോമ്പ് തുടങ്ങിയിട്ട് ഞാൻ മുടങ്ങിയിട്ടില്ല. അല്ലാഹുവേ, നോമ്പുള്ള എല്ലാ പകലിന്റെ രാവുകളിലും ഞാൻ ഹയാത്താക്കിയവനാണ്. അല്ലാ, 40,000 ദീനാറാണ് ഞാൻ എന്റെ മരണത്തിന് മുന്നേ സ്വതഖയായി ചെയ്തു വെച്ചതല്ലാ. അല്ലാഹു പറഞ്ഞു, പിന്നെന്താ ഉള്ളത്? അല്ലാഹുവേ, 40 വട്ടം ഞാൻ ജിഹാദ് ചെയ്തു. അല്ലാ, റബ്ബ് പറഞ്ഞു, ഇതൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല. മൻസൂർ ഇബ്നു സക്കിയിനോട് അല്ലാഹു പറയാ, ഇതൊക്കെ ഞാൻ സ്വീകരിക്കാൻ എന്റെ ഉള്ളിൽ അലിവ് തോന്നാനുണ്ടായ കാരണം ഞാൻ സ്വീകരിച്ച മറ്റൊരു അമലാണ് മൻസൂർ ഇബ്നു സക്കിയെ. ഏതാണ് ആ ഒരു അമൽ എന്നറിയുമോ? ജനങ്ങൾ വർഷക്കാലത്ത് മഴക്കാലത്ത് നടന്നു പോവാൻ പ്രയാസപ്പെട്ട ഒരു നടപ്പാത കൈക്കോട്ട് കൊണ്ടുവന്ന് അങ്ങ് വൃത്തിയാക്കിയത് ജനങ്ങളെ സന്തോഷിപ്പിച്ചതിന്റെ പേരിൽ അങ്ങ് മരിച്ചു കഴിഞ്ഞപ്പോ അങ്ങയെ കുറിച്ച് ജനങ്ങൾ പറഞ്ഞ ഒരു വാചകമുണ്ട്. കഴിഞ്ഞ വർഷം മഴക്കാലത്ത് വഴി നന്നാക്കിയ ആളാ,
മൻസൂർ ഇബ്നു സക്കി എന്ന് പറഞ്ഞ ആ ഒറ്റ വർത്തമാനത്തിന്റെ പേരിലാ 30 ഹജ്ജും സ്വീകരിച്ചത്, 60 വർഷം നോമ്പ് സ്വീകരിച്ചത്, 60 വർഷം ഹയാത്താക്കിയ രാവുകളെ സ്വീകരിച്ചത്, 40,000 ദീനാർ സദഖ ചെയ്തത് സ്വീകരിച്ചത്, 40 ജിഹാദ് അല്ലാഹു സ്വീകരിച്ചതെന്ന് മഹാനായ മൻസൂർ ഇബ്നു സക്കിയിനോട് അല്ലാഹു പറഞ്ഞത് സ്വപ്നത്തിലൂടെ മഹാനവറുകൾ മകനോട് പറയാ. അതുകൊണ്ട് നമ്മൾ മരിച്ചാൽ 4 ആള് നല്ലത് പറയാനുള്ളത് ചെയ്യുകയും നല്ലത് പറയാൻ വേണ്ടി അള്ളാഹുവോട്, ആളുകൾ നല്ലത് പറയാൻ വേണ്ടി അള്ളാഹുവോട് ദ്വാരക്കുകയും വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. പടച്ചോനെ മജ്ലിസിൽ പങ്കെടുത്തവർക്ക് ഖൈർ നൽകുക അല്ലാ, ആഫിയത്ത് നൽകുക അല്ലാ, ദീർഘായുസ്സ് നൽകണേ അല്ലാ. എപ്പ മരിച്ചാലും റബ്ബേ ലിസാനു സിദ്ഖിന്റെ തൗഫീഖ് കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ മരണപ്പെട്ടവർക്ക് സ്വർഗം കൊടുക്കുക അല്ലാ, സന്തോഷം നൽകുക അല്ലാ. അവരുടെ പൊരുത്തം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ മാനസികമായ പ്രയാസങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഭേദമാകണം. ഒരു സഹോദരി അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ സഫലമാവണം. പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞ് പള്ളിക്ക് സംഭാവന ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. ശാരീരിക, മാനസിക, സാമ്പത്തികമായ എല്ലാ വിഷമങ്ങളിൽ നിന്നും നീ അവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. അവരുടെ ഹലാലായ മുറാദുകൾ ഹസ്സലാക്കണേ അല്ലാ. അല്ലാഹുവേ മകളുടെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ദുആരക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, സ്നേഹിതൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഖൈറായ ബന്ധങ്ങളിൽ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ വസ്തുക്കൾ വിറ്റുപോവാൻ, കടബാധ്യതകൾ തീരാൻ പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ഖൈറായ നിലയിൽ വിൽപ്പനകൾ നടക്കാനും അതിലേറെ ഖൈറിൽ റബ്ബേ ആവശ്യങ്ങൾ നിറവേറാനും ഭാഗ്യം നൽകുക അല്ലാ. വിറ്റതിനേക്കാൾ ഖൈറായ മറ്റൊന്ന് വാങ്ങാൻ ഭാഗ്യം നൽകുക അല്ലാ. അല്ലാഹുവേ ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് നല്ലത് വരുത്തണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ്സ് നൽകുക അല്ലാ. അല്ലാഹുവേ റബ്ബേ നീ തന്നതിൽ ബർക്കത്ത് നൽകുക അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ ഹലാലായ മുറാദ് ഹസ്സനാക്കുക അല്ലാ. ഈ സദസ്സിൽ ആമീൻ പറയുന്നവർക്ക് ഖൈർ നൽകുക അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ. നമ്മുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. നമ്മളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകുന്ന വീട്ടിൽ ഖൈർ നൽകുക അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ. കടബാധ്യതകൾ വീട്ടണേ അല്ലാ. ജോലി തേടുന്നവർക്ക് ഖൈറായ ജോലി എത്തിക്കണേ അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കുക അല്ലാ. ലോണിലും പലിശക്കണിയിലും കുടുങ്ങിയവരെ കരകയറ്റണേ അല്ലാ. ആയുസ്സിൽ ബറക്കത്ത് നൽകുക അല്ലാ. പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഹജ്ജ് ഉംറ സിയാറ ഞങ്ങൾക്ക് നസീബാക്കുക അല്ലാ. നമ്മുടെ മരണപ്പെട്ടവർ ചെയ്തു പോയ ഹജ്ജുകളെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെ സൽക്കർമ്മങ്ങൾക്ക് നീ ഇരട്ടി പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ആയുസ്സിൽ ഒരുപാട് നന്മ ചെയ്യാൻ, നിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ, സന്തോഷത്തോടുകൂടെ ആഫിയത്തോടെ കുടുംബത്തോടെ കഴിയാൻ ഭാഗ്യം നൽകുക അല്ലാ. നമ്മുടെ പഠിക്കുന്ന മക്കൾക്ക് നീ നല്ല ഭാവി നൽകണേ അല്ലാ. പരീക്ഷകൾ അഭിമുഖീകരിക്കുന്ന മക്കൾക്ക് ഖൈർ നൽകുക അല്ലാ, ഉന്നത വിജയം നൽകുക അല്ലാ. പഠിച്ചതുകൊണ്ട് പ്രയോജനം നൽകണേ അല്ലാ. റബ്ബനാ റഹംഹും കമാ റബ്ബൗനാ സഗാറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.